അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ അമ്മാ ബഅദു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉംദത്തുൽ അഹ്കാമിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഹദീസ് ബാബു സലാത്തുൽ ഈദൈൻ എന്ന അധ്യായത്തിൽ നിന്നാണ്. അഥവാ രണ്ട് പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട വിധിവിലക്കുകൾ ഉൾക്കൊള്ളുന്ന അധ്യായം. ഇതിലുള്ള അവസാനത്തെ 3 ഹദീസുകളാണ് ബാക്കിയുള്ളത്. അതിലൊന്നാമത്തേത് അൻ ജുൻദുബ് ഇബ്നു അബ്ദില്ലാ അൽ-ബജലി റളിയല്ലാഹു അൻഹു ഖാല صلى النبي صلى الله عليه وسلم يوم النحر ثم خطب ثم ذبح فقال من ذبح قبل أن يصلي فليذبح أخرى مكانها ومن لم يذبح فليذبح بسم الله. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇതിലുള്ള ഹദീസുകളെല്ലാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകളാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജുൻദുബ് ഇബ്നു അബ്ദില്ലാ അൽ-ബജലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, صلى النبي صلى الله عليه وسلم يوم النحر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൻ നഹർ അഥവാ ബലിപെരുന്നാൾ ദിവസം, അതിനാണ് യൗമുൻ നഹർ, അറവിന്റെ ദിനം എന്ന രൂപത്തിൽ പറയുന്നത്. ആ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നിസ്കരിച്ചു. സുമ്മ ഖതബ്, പിന്നീട് പെരുന്നാൾ ഖുത്ബ നിർവഹിച്ചു. സുമ്മ ദബഹ്, പിന്നീട് ഉദ്ഹിയത്ത് അറുത്തു. ഫഖാൽ മൻ ദബഹ ഖബ്ല അൻ യുസല്ലി, ആരാണ് പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പ് അറുത്തത്, ഫൽയദ്ബഹ് ഉഖ്റ മക്കാനഹ, അവൻ അതിനു പകരമായി മറ്റൊന്ന് അറുത്തുകൊള്ളട്ടെ. വമൻ ലം യദ്ബഹ്, ഇനി ഇതുവരെ ആരും അറുത്തിട്ടില്ല എങ്കിൽ ഫൽയദ്ബഹ് ബിസ്മില്ല, അവൻ അറുക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറുക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മസ്അല നമ്മൾ നേരത്തെ ചില ഹദീസിലൂടെ വായിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഈ ഹദീസിലുള്ള പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തേത് മശ്റൂഇയ്യത്തുസ് സലാത്തി വൽ ഖുത്ബ, പെരുന്നാൾ നിസ്കാരവും അതുപോലെ തന്നെ പെരുന്നാൾ ദിവസം ഖുത്ബ നിർവഹിക്കുക എന്നുള്ളതും ദീനിൽ ശർആക്കപ്പെട്ടതാണ് എന്നുള്ളതിന് ധാരാളം തെളിവുകൾ ഉള്ളതുപോലെ ഈ ഹദീസും തെളിവാണ്. കാരണം സല്ല, പെരുന്നാൾ നിസ്കരിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട്. സുമ്മ ഖതബ്, പെരുന്നാളിന്റെ ഖുത്ബ നിർവഹിച്ച കാര്യവും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അതിലുള്ള വിഷയം, ചർച്ച ചെയ്യുന്ന വിഷയം, ഇത് രണ്ടും വാജിബാണോ എന്നുള്ളതാണ്. ഇത് നമ്മൾ നേരത്തെ ഒന്ന് ചർച്ച ചെയ്തതാണ്. അഥവാ പെരുന്നാൾ നിസ്കാരം, അതിന്റെ ഹുക്കും എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പെരുന്നാൾ നിസ്കാരത്തിന്റെ ഹുക്കുമിനെ കുറിച്ച് പ്രധാനപ്പെട്ട 3 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, അത് നിരുപാധികമായി സുന്നത്താണ് എന്നാണ് അഭിപ്രായം, എല്ലാ ആളുകൾക്കും സുന്നത്താണ് എന്നാണ്. 2, അത് ഫർളു കിഫായയാണ്, സമൂഹത്തിൽ ഒരു വിഭാഗം വന്ന് പെരുന്നാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ അത് നിസ്കരിച്ചിട്ടില്ല എങ്കിലും അവർക്ക് കുറ്റമില്ല എന്നാണ്. എന്നാൽ 3ാമത്തെ അഭിപ്രായം, അതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയെ പോലെയുള്ള പല പണ്ഡിതന്മാരും ഏറ്റവും ശരിയായ അഭിപ്രായമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് കഴിവുള്ള മുഴുവൻ പുരുഷന്മാർക്കും, പൊതുവെ ജമാഅത്തിന് നിർബന്ധമാക്കുന്നത് പുരുഷന്മാരാണ്, അപ്പൊ അവർക്ക് കഴിവുള്ളവരാണ് എങ്കിൽ, രോഗിയല്ല, മറ്റ് യാത്രയില്ല എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഫർളു ഐനാണ് എന്നാണ്. സാധാരണ ജമാഅത്തുകൾ നിർബന്ധമാകുന്നത് പോലെ തന്നെ കഴിവുള്ള ആളുകൾക്ക് മുഴുവൻ നിർബന്ധമാണ് എന്നുള്ളതാണ്. ഇനി അതിന്റെ ഖുതുബയെ കുറിച്ച് ചോദിക്കുകയാണ് എങ്കിൽ, ഖുതുബ അത് സുന്നത്താണ്. അത് ജുമാ നിസ്കാരത്തിന്റെ ഖുതുബ പോലെ നിർബന്ധമല്ല. ജുമാ നിസ്കാരത്തിന് ഖുതുബ അത് ഷർത്താണ്. ഖുതുബ ഇല്ലാതെ ജുമാ നിസ്കരിച്ചാൽ അത് സഹീഹാവുകയില്ല. എന്നാൽ പെരുന്നാൾ നിസ്കാരം അത് ഷർത്തല്ല, സുന്നത്താണ്. അത് സുന്നത്താണ്. ഇനി അത് നിർവഹിക്കേണ്ടത് എപ്പോഴാണ്? അതാണ് 2ാമത്തെ ഫായിദ. അന്ന ഖുത്ബത്തുൽ ഈദ് തകൂനു ബഅദ സ്സലാ, നിസ്കാരത്തിന് ശേഷമാണ് നിർവഹിക്കേണ്ടത് എന്നാണ്. സല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ നഹർ സുമ്മ ഖതബ, നിസ്കരിച്ചു ശേഷം ഖുത്ബ പറഞ്ഞു എന്നാണ് ഉള്ളത്. അതുകൊണ്ട് ആരെങ്കിലും മറന്നുകൊണ്ട് ആദ്യം ഖുത്ബ പറയുകയും പിന്നീട് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർ എന്ത് ചെയ്യണം? അത് ആ ഒരു സുന്നത്ത് അവർക്ക് ലഭിക്കണമെങ്കിൽ വീണ്ടും ഖുത്ബ നടത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൽ നിന്നും ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് അന്നൽ ഖുത്ബത്തുൽ ഈദി വാഹിദ, ഈദിന്റെ ഖുത്ബ ഒന്നേ ഉള്ളൂ. കാരണം സുമ്മ ഖതബ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഖുത്ബ നിർവഹിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. സല്ല സുമ്മ ഖതബ്, ഖുത്ബ നിർവഹിച്ചു, അതിന്റെ എണ്ണം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ നിരുപാധികമായി പറഞ്ഞാൽ അതിന്റെ എണ്ണം 1 എന്ന് മനസ്സിലാക്കാം.
അതുകൊണ്ട് പെരുന്നാൾ ഖുതുബ അതൊരൊറ്റ ഖുതുബയേ ഉള്ളൂ. എന്നാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇത് സലഫി ഉലമാക്കൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ധാരാളം പണ്ഡിതന്മാർ പെരുന്നാളിന് 2 ഖുതുബയുണ്ട് എന്ന തെളിവ് സ്ഥാപിക്കുന്നവരുമാണ്. ശരി, അടുത്ത ഫായിദ അത് ഖത്തീബുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ ദിവസത്തിന്റെ ചില അഹ്കാമുകൾ വിവരിക്കുന്നുണ്ട്. അതായത് ആരെങ്കിലും ഇതുവരെ പെരുന്നാൾ നിസ്കാരത്തിന് ആരെങ്കിലും നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ, അറവ് നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ അവർ അതിനു പകരം വേറെ അറക്കണം. എന്നാൽ ആരെങ്കിലും ഇതുവരെ നിർവഹിച്ചിട്ടില്ല എങ്കിൽ അറക്കുമ്പോൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമായി ബിസ്മില്ല എന്നുള്ളത് പറഞ്ഞിട്ട് തന്നെ അറക്കണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന ആളുകൾ അവർ ഓരോ സമയത്തും ആവശ്യമുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണം എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഒരു നാട്ടിൽ ആളുകളൊക്കെ നിസ്കാരത്തിൽ മോശമാണെങ്കിൽ നിസ്കാരത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം. നമ്മൾ ആളുകളോട് കാണിക്കേണ്ട കാര്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ അവിടെ റമദാൻ മാസമായി ഒരു നാട്ടിൽ എങ്കിൽ അതിനു മുമ്പായി അതിന്റെ അഹ്കാമുകൾ ഖുതുബകളിലൊക്കെ സൂചിപ്പിക്കുക, അതുപോലെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളത് ചെയ്യേണ്ട കാര്യമാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. മറ്റൊരു ഫായിദ മശ്റൂഇയ്യത്തു ദബ്ഹിൽ അദാഹി ഫീ മുസല്ലൽ ഈദ് ലാ ഫീ മകാനി സ്വല ലാകിൻ ഖുർബഹു. യഥാർത്ഥത്തിൽ ഏറ്റവും സുന്നത്തായിട്ടുള്ള കാര്യം അറവ് നടത്തേണ്ടത് പെരുന്നാൾ നിസ്കരിച്ച സ്ഥലത്ത് തന്നെയാണ് എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അറവ് എവിടെയാണ് നടത്തിയത്? പെരുന്നാൾ നിസ്കരിച്ചതിന്റെ അടുത്ത് തന്നെ. എന്തിനാണെന്ന് വെച്ചാൽ ആളുകൾക്ക് എല്ലാവർക്കും അവിടെ സന്നിഹിതരാകാൻ സാധിക്കും. കാരണം ജനങ്ങൾക്ക് മൊത്തം ഈ ഒരു സുന്നത്ത് കാണാൻ സാധിക്കും. അല്ല, അതിൽ പങ്കെടുക്കുന്നവരും അല്ലാത്തവരൊക്കെ ഉണ്ട്. സാമ്പത്തികമായി കഴിവില്ലാത്ത ആളുകൾക്കും അതിൽ ഹാജരായിക്കൊണ്ട് പങ്കെടുക്കാനൊക്കെ സാധിക്കും. അപ്പൊ അവരെല്ലാവരും നിസ്കാരത്തിന് വരും, സ്വാഭാവികം. അപ്പോൾ അവർക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റും. അതിനാവശ്യക്കാരായ ആളുകൾക്ക് അവിടുന്ന് തന്നെ നമുക്ക് കൊടുക്കാനും ഒക്കെ പറ്റും. സാധുക്കളായ ആളുകളുണ്ടെങ്കിൽ അറുത്ത് കഴിഞ്ഞാൽ അവർക്ക് അപ്പോൾ തന്നെ വിതരണം ചെയ്യാനുമൊക്കെ പറ്റും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനുള്ള സാഹചര്യം ഒരുങ്ങുമ്പോഴാണ്. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ മുസല്ല നടത്തുന്ന പല സ്ഥലത്തും നമുക്ക് അവിടെ തന്നെ അറവ് നടത്താനുള്ള സൗകര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എങ്കിൽ നമുക്കങ്ങനെ ചെയ്യേണ്ടതില്ല. നമുക്കതിനുള്ള സൗകര്യം മാറ്റിവെക്കാവുന്നതാണ്. പൊതുവെ നമ്മൾ ജീവിക്കുന്ന ഒരു ഇസ്ലാമിക രാജ്യത്തല്ല. പൊതുവായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ നമുക്ക് അറിവ് നടത്തുക എന്നുള്ളത് പ്രയാസകരമാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കതിന് യോജിക്കുന്ന സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കണം. അതല്ല എങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ മറ്റും അങ്ങനെ അറിവ് പരസ്യമായി നടത്തുന്നതിൽ വലിയ പ്രയാസമൊന്നുമില്ല എന്നുള്ള സ്ഥലത്തായിരിക്കണം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇത് പറഞ്ഞിട്ടുള്ളത്. അത് പൊതുവായിട്ട് തന്നെ നടത്തുക എന്നുള്ളതിലാണ് സുന്നത്ത്. ഇസ്ലാമിന്റെ ഒരു ചിഹ്നം പ്രകടമാക്കുക എന്നുള്ളത് അതിലുണ്ട് എന്നാണ്. ആറാമത്തെ ഫായിദ മശ്റൂഇയ്യത്തുൽ ഉദ്ഹിയ്യ. ഉദ്ഹിയ്യത്ത് ശർആക്കപ്പെട്ടതാണ് എന്നുള്ളതിനാണ്. ധാരാളം തെളിവുകൾ, ആയത്തുകൾ തന്നെ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ എന്ന ആയത്ത് തന്നെ പെരുന്നാൾ നിസ്കാരവും ഉദ്ഹിയ്യത്തുമാണ് അറിയിക്കുന്നത് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാം. അതുപോലെ ധാരാളം ഹദീസുകൾ അത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതിന്റെ ഹുക്കുമിനെ കുറിച്ച് പറയുകയാണ് എങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹി പോലെയുള്ള ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞത്, കഴിവുള്ള ആളുകളാണ് എങ്കിൽ അവർ ഹജ്ജ് ചെയ്യുന്നില്ല എങ്കിൽ അവർക്കത് വാജിബാകുമെന്നാണ്. അഥവാ ഹജ്ജ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉദ്ഹിയ്യ വാജിബില്ല, സുന്നത്തേ ഉള്ളൂ. കാരണം അവർക്ക് ഹജ്ജിന് ഹദിയുണ്ട്, വേറെ അറവ് നടത്തേണ്ടതുണ്ട്. അതാണ് അവർക്ക് നിർബന്ധമായിട്ടുള്ളത്. അവർ ആ സമയത്ത് ഉദ്ഹിയ്യത്തും കൂടി അറക്കുകയാണെങ്കിൽ അത് സുന്നത്തേ അവർക്കുള്ളൂ, നിർബന്ധമില്ല. എന്നാൽ ഹജ്ജിന് പോകാത്ത കഴിവുള്ള ആളുകൾക്ക്, സാമ്പത്തികമായി കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉദ്ഹിയ്യത്ത് വാജിബാണ് എന്നാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി പോലെയുള്ള ധാരാളം പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് നമ്മളത് നിസ്സാരമാക്കി കളയാൻ പാടില്ല. ഉദ്ഹിയ്യത്ത് പല ആളുകളും അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലത് ഉദ്ഹിയ്യത്ത് പോലെയുള്ള ശരീഅത്തിൽ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള അഖീഖ പോലെയുള്ള കാര്യങ്ങൾ അല്ലെ, ഇത് വളരെയധികം മുഅക്കദാണോ അതല്ല വാജിബാണോ എന്നതിൽ മാത്രമേ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ. അവർ പറയുന്ന 2 അഭിപ്രായമാണ്. ഒന്നുകിൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ സുന്നത്തുകളുടെ കൂട്ടത്തിൽ തന്നെ വളരെയധികം പ്രതിഫലാർഹമായ സുന്നത്താണ്. ഇത് രണ്ടിനിടയിലാണ് അഖീഖയും അതുപോലെയുള്ള ഉദ്ഹിയ്യത്തിന്റെ ഒക്കെ വിധി പറയുന്നത്. പക്ഷെ പല ആളുകളും, ധാരാളം ആളുകൾ സാമ്പത്തികമായി കഴിവുണ്ടായിട്ടും അതിൽ അലസതയും അലംഭാവവും കാണിക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ അതല്ലാത്ത മറ്റെന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനുകൾ വരുന്ന സമയത്തോ അവരുടെ വീട്ടിലുള്ള പരിപാടികൾക്കോ അവർ അതിനുവേണ്ടി ധാരാളം പണം ചെലവഴിക്കുകയും അറവ് നടത്തുകയൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ശരീഅത്തിന്റെ നിയമങ്ങളോടുള്ള തഅലീം അത് ഇല്ലാത്തത് കൊണ്ടാണ്. അതിനോടുള്ള ആദരവും ബഹുമാനവും, എത്രത്തോളം ഞാൻ എൻ്റെ ദീനിന്റെ ഇസ്സത്തിൽ മുറുകെ പിടിക്കണം, എത്രത്തോളം സുന്നത്തുകൾ പാലിക്കണം എന്ന കാര്യത്തിലുള്ള അതിനുള്ള ഒരു ബഹുമാനം ഇല്ലാത്തതാണ് പലപ്പോഴും ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നത്. അതല്ലാതെ പല ആളുകൾക്കും സാമ്പത്തികമായ കഴിവില്ലാത്തത് കൊണ്ട് മാത്രമല്ല എന്നുള്ളതാണ്.
ഇനി ആ ഉദുഹിയത്തിൽ തന്നെ അടുത്തൊരു ഫായദയായിട്ട് പറഞ്ഞതാണ് അന്ന സുന്നത്ത് അൻ യുബാശിറൽ ഇൻസാനു ദബ്ഹ ഉദുഹിയത്തിഹി. ഉദുഹിയത്ത് നടത്തുമ്പോൾ സുന്നത്തിൽപ്പെട്ട കാര്യമാണ് അറവ് നടത്തുന്ന ആളുകൾ അതിനോട് അറവിന് വേണ്ടി അവർ അതിന്റെ അടുത്ത് ഉണ്ടാകുക എന്നുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അവിടുന്ന് ഒരിക്കലും ഞാൻ നാട്ടിന്റെ ഭരണാധികാരിയാണ്, എനിക്ക് ഒരുപാട് തിരക്കുകളുണ്ട്, ഒരുപാട് ഭാര്യമാരുണ്ട്, പല കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഏതെങ്കിലും സഹാബിയെ ഏൽപ്പിച്ചിട്ടില്ല. അവിടുന്ന് എപ്പോഴും ഉദഹിയത്ത് സ്വന്തമായിട്ട് അറക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സ്വന്തം കൈകൊണ്ട് അറുത്തിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതാണ് സുന്നത്ത്. പണ്ഡിതന്മാർ പറയുന്നു എത്രത്തോളം സ്ത്രീകളാണെങ്കിലും അവർക്ക് സ്വന്തമായി അറക്കാൻ സാധിക്കുമെങ്കിൽ അത് അവർക്ക് സുന്നത്താണ്. അറക്കാൻ കഴിവുണ്ട് എങ്കിൽ, അറക്കാൻ പഠിച്ചിട്ടുണ്ട് എങ്കിൽ അത് സുന്നത്താണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അറക്കാൻ പഠിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അറവ് നടത്തേണ്ടത് എന്ന് പഠിക്കണം. കാരണം കൃത്യമായ സ്ഥലത്തല്ല അറുത്തത് എങ്കിൽ ഒരുപക്ഷെ അത് ശരീഅത്തിൽ ഹലാലായ രൂപത്തിൽ ആയിക്കൊള്ളണമെന്നില്ല. ഒരാൾ കഴുത്തറക്കുന്നതിന് പകരം അതിന്റെ വയറ്റത്ത് കുത്തിയിട്ട് അതിനെ കൊന്നാലോ അതിന് ഹറാമായി പോകും. അത്രയും വലിയ ഇറച്ചി ഹറാമായി പോകും. അല്ലെങ്കിൽ ചില ആളുകളൊക്കെ നസാറാക്കളൊക്കെ ചെയ്യുന്നത് ചില സ്ഥലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വലിയ വെയിറ്റുള്ള സാധനമൊക്കെ എടുത്തിട്ട് അതിന്റെ തലക്കടിച്ച് അങ്ങനെ കൊല്ലും. അറവ് നടത്തൂല. യഥാർത്ഥത്തിൽ അറവാണ് എളുപ്പം. പക്ഷെ മൃഗത്തിനെ വേദനിപ്പിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തിക്കൊണ്ട് ഈ രൂപത്തിൽ അതിനെ അറവ് എന്നതിനെ പറയുകയില്ല, അങ്ങനെ കൊല്ലുക അത് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഹലാലാവുകയില്ല. അതുകൊണ്ട് അറവ് നടത്തുന്ന ആളുകൾ കൃത്യമായി അതിന്റെ കഴുത്തിൽ അത് മുറിയേണ്ട ആ തൊണ്ടക്കുഴലും മറ്റുമൊക്കെ അതിന്റെ നരമ്പുകളൊക്കെ മുറിച്ച് കൃത്യമായി രക്തം പുറത്തേക്ക് ചീറ്റുന്ന അവസ്ഥയിൽ അറക്കാൻ ശ്രദ്ധിക്കുക. അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. 1-2 തവണ അതിനടുത്ത് പോയി നിന്നാൽ അത് പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അറവിന് പണം കൊടുത്ത് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതല്ല, മറിച്ച് അതിന്റെ അടുക്കൽ നിന്ന് അറക്കാനും അത് വിതരണം ചെയ്യാനും ഒക്കെ നമ്മൾ ഒരുമിച്ചുണ്ടാകുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സുന്നത്ത് എന്ന് മനസ്സിലാക്കണം. ഇന്നത്തെ കാലത്ത് പലപ്പോഴും ആളുകൾ വളരെയധികം അലസതയിലായിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഒരു കമ്മിറ്റി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അയാൾക്കിപ്പോ പണ്ടത്തെ പോലെ പോയി പൈസയും കൊടുക്കണ്ട. ഇങ്ങനെ ഫോണിൽ ഗൂഗിൾ പേ എത്രയാണ് അറവ്, 7,000 ഉറുപ്പ്യ ഞാൻ അതിൽ അയച്ചു, പിന്നെ ഇറച്ചി കിട്ടിയാ കിട്ടി, അല്ലെങ്കിൽ ആർക്കും കൊടുത്ത് എനിക്ക് ഇറച്ചിയും വേണ്ട. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. കാരണം ചിലപ്പോൾ ദൂരത്തായിരിക്കും കൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, നമ്മളത് നമ്മുടെ ഉരുവിനെ പോയി കാണുക, ഇതാണ് എൻ്റെ ഉരു, അതിനെ പോയി അറക്കുന്ന സ്ഥലത്ത് ഉണ്ടാവുക, എന്നിട്ട് അറക്കുക. സാധിക്കുമെങ്കിൽ അല്ലെ, ഷെയർ ആണെങ്കിൽ ചിലപ്പോൾ ഒരാൾക്കേ സാധിക്കുള്ളൂ, അതല്ല എങ്കിൽ നമ്മൾ അറക്കുക. എന്നിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളിലൊക്കെ നമ്മൾ അതിനുവേണ്ടി പങ്കെടുക്കുക. അതാണ് പെരുന്നാൾ ദിവസത്തെ ഏറ്റവും വലിയ സുന്നത്ത്. അതല്ലാതെ പെരുന്നാൾ ദിവസം ബിരിയാണി വെച്ച് വീട്ടിൽ കിടന്നുറങ്ങുക എന്നുള്ളതല്ല, മറിച്ച് ഈ ഒരു സുന്നത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അടുത്ത ഫായിദയായിട്ട് പറഞ്ഞത് അന്നൽ ഇൻസാൻ ലൗ അഖ്ത ഫദബ ഉദ്ഹിയതഹു ഖബ്ല الصلاة അലൈഹി അൻ യദ്ബഹ ഉഖ്റ മകാന. ഹദീസിൽ വന്നതുപോലെ തന്നെ ആരെങ്കിലും തെറ്റിക്കൊണ്ട് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പേ തന്നെ അറവ് നടത്തിയാൽ അതിനു പകരമായി മറ്റൊന്ന് അറക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫൽയദ്ബഹ ഉഖ്റ മകാന, അതിനു പകരമായി മറ്റൊന്നിനെ നീ അറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അങ്ങനെ മറ്റൊന്നിന് പകരം അറക്കുക എന്നുള്ളതിന്റെ ഹുക്കും എന്താണ് അത് നമ്മൾ പറഞ്ഞു. ഉദ്ഹിയത്തിന്റെ ഹുക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് വാജിബാണോ മുസ്തഹബാണോ എന്ന അഭിപ്രായ വ്യത്യാസമുണ്ട്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അത് മുസ്തഹബാണ് എന്നുള്ള അഭിപ്രായക്കാരാണ്. അങ്ങനെയാണെങ്കിൽ അത് അവന് മുസ്തഹബാണ്. വീണ്ടും ഒരു ഉരുവിനെ കൊണ്ടുവന്ന് അറക്കുക എന്നുള്ളത് മുസ്തഹബാണ്. കാരണം ആദ്യം അറുത്തത് തെറ്റിപ്പോയി, പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പേ അറുത്തുപോയി. ഇനി അതല്ല, അവൻ വല്ല നേർച്ചയും അങ്ങനെ ആക്കിയിട്ടുണ്ട് എങ്കിൽ, ഞാൻ ഇത്തവണ ഉദ്ഹിയത്ത് അറക്കുമെന്ന് നേർച്ചയാക്കിയിട്ടുണ്ട്. നേർച്ച ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പക്ഷെ ഒരാൾ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിർബന്ധമാകും, സുന്നത്ത് വാജിബായി തീരും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് വാജിബായി തീരും. അതല്ല എങ്കിൽ രണ്ടാമത് ഒന്ന് അറക്കുക എന്നുള്ളത് മുസ്തഹബാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ആ അറുക്കുന്ന സമയത്ത് ഒരാൾ ആടിനെയാണ് അറുത്തത് എങ്കിൽ അയാൾ പകരമായിട്ട് ആടിനെ തന്നെ അറക്കേണ്ടതുണ്ട്. എന്നാൽ ഒരാൾ പോത്തിനെയാണ് അറുത്തത് എങ്കിൽ പകരം പോത്തിനെ തന്നെ അറക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിനേക്കാൾ മുന്തിയ ഇനത്തെ ഒരാൾക്ക് തിരഞ്ഞെടുക്കാം. ആടിനെ അറുത്ത ആൾക്ക് പോത്തിനെ അറക്കാം. കാരണം പോത്താണ് ആടിനേക്കാളും കൂടുതൽ വിലയുള്ളത്. പോത്തിനെ അറക്കാൻ ഉദ്ദേശിച്ച ആൾ കൊട്ടകത്തിന് അറക്കുന്നതിൽ തെറ്റില്ല. കാരണം അതിനേക്കാൾ മുന്തിയത് അറക്കാം, പക്ഷെ അതിനേക്കാൾ ചെറുതിലേക്ക് വരാൻ പാടില്ല. കാരണം ഫൽയദ്ബഹ് ഉഖ്റ മകാനഹ, അതിന്റെ സ്ഥാനത്ത് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ മക്കാനുള്ളത് മാത്രമേ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ എന്നാണ്. 10ാമത്തെ ഫായിദയായി ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് വുജൂബു തസ്മിയ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹയുടെ അഭിപ്രായം, അതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹയുടെ അഭിപ്രായം, ളാഹിരി മദ്ഹബിലുള്ള പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായമാണ്, അറവ് നടത്തുന്ന സമയത്ത് അത് ഉദ്ഹിയത്താകട്ടെ ഏതുമാകട്ടെ ബിസ്മി ചൊല്ലുക എന്നുള്ളത് വാജിബാണ് എന്നാണ്. എന്നാൽ നമുക്കറിയാം ജുംഹൂറായ ഉലമാക്കൾ അത് സുന്നത്താണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ വിഷയം വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം അത് വളരെ കണിശമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം അത് മറന്നാൽ പോലും അതിന് ഇളവില്ല എന്ന അഭിപ്രായമാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, അതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്ക്കൊക്കെ.
അതായത് ഒരാൾ ബിസ്മി ചൊല്ലിയിട്ട് അറക്കണം. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫല്യദ്ബഹ് ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ അവൻ അറക്കട്ടെ എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ നാമത്തിൽ അറക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹദീസിൽ വന്നു മാ അൻഹറദ്ദം വദുക്കിറ ഇസ്മുല്ലാഹി അലൈഹി ഫകുൽ, ഏതൊരു ഉരു അത് അറുത്തു അള്ളാഹുവിന്റെ നാമം ചൊല്ലിയിട്ടാണ് അറുത്തത് എങ്കിൽ അതിൽ നിന്ന് നീ ഭക്ഷിക്കുക, അഥവാ അതല്ല എങ്കിൽ ഭക്ഷിക്കരുത് എന്ന ഹദീസിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ബിസ്മില്ല എന്ന് പറയൽ വാജിബാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ചില ഉലമാക്കൾ വാജിബാണ് എങ്കിൽ മറന്നു കഴിഞ്ഞാൽ, അതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹി പോലുള്ള ആളുകളൊക്കെ ആ അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. മറന്നു കഴിഞ്ഞാൽ അത് ഹലാലാണ് എന്നാണ് അഭിപ്രായം. എന്നാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് മറന്നാൽ പോലും അത് ഹലാലല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അറക്കുന്ന ആളുകൾ ബിസ്മില്ല എന്ന് പറയാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അല്ലാഹു തആല പറഞ്ഞു വലാ തഅകുലു മിമ്മാ ലം യുദ്കർ ഇസ്മുല്ലാഹി അലൈഹി, സൂറത്തുൽ അൻആമിൽ പറഞ്ഞതാണ്. നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല മിമ്മാ ലം യുദ്കർ ഇസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ നാമം ചൊല്ലാത്തത്. ഇപ്പൊ ബിസ്മില്ല എന്ന് പറയാതെ ഒരാൾ അറുത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഭക്ഷിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ നമുക്ക് കിട്ടുന്ന ഇറച്ചി അത് ബിസ്മില്ല ചൊല്ലിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല എങ്കിലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഭക്ഷിക്കാം എന്നുള്ളതാണ്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നുണ്ട് അന്ന നാസം മിനൽ അഅറാബ് കാനു യഅതൂന ബിലഹ്മി, അഅറാബികളായ അഥവാ മദീനയിൽ നിന്ന് പുറത്ത് താമസിക്കുന്ന അഅറാബികൾ, ഗ്രാമീണർ, അവർ ഇറച്ചിയുമായിട്ട് വരാറുണ്ട്. വലാ നദ്രി അദക്റുസ്മല്ലാഹി അലൈഹി അംല വഹും ഹദീസു അഹ്ദിൻ ബികുഫർ, അവർ ബിസ്മി ചൊല്ലിയിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല. പ്രത്യേകിച്ചും അവർ ഇസ്ലാമിലേക്ക് പുതുതായി വന്നതാണ്. അതുകൊണ്ട് ചിലപ്പോൾ ബിസ്മിയുമായി ബന്ധപ്പെട്ട അഹ്കാമുകളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമുക്കൊരു സംശയം ഉണ്ട് അവർ ബിസ്മി ചൊല്ലിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചോദിച്ചു അഫനഅകുലു മാ അഅതൂന അം ലാ, അവർ തരുന്നത് നമുക്ക് കഴിക്കാൻ പറ്റുമോ റസൂലേ എന്ന് ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മുല്ലാഹ അലൈഹി വകുലു, നിങ്ങൾ ബിസ്മി ചൊല്ലിയിട്ട് അത് കഴിച്ചോളൂ എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു ആള് ഇറച്ചി കൊണ്ട് തന്നാൽ പണ്ഡിതന്മാർ പറയുന്നത് ബിസ്മി ചൊല്ലിയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കുക എന്നുള്ളത് അത് പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള അതിന്റെ ആ രൂപത്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി പോകേണ്ടതില്ല. ശരീഅത്തിൽ അങ്ങനെ നിയമം വെച്ചിട്ടില്ല. കാരണം ഹദീസുകൾ എവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല സഹാബികളോ റസൂലുള്ളയോ എവിടെയെങ്കിലൊക്കെ അൻസാരികളോ മുഹാജിറുകളോ ആരെങ്കിലും അറുത്തു കൊടുത്ത ശേഷം ഇത് ബിസ്മി ചൊല്ലിയോ എന്ന് പ്രത്യേകം ചോദിക്കുക എന്നുള്ളത് കാണുന്നില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെ ചെയ്യേണ്ടതില്ല. അത് ദീൻ നമ്മോട് കൽപ്പിക്കാത്ത കാര്യമാണ്. നമുക്ക് ഒരാൾ ഇറച്ചി കൊണ്ടു തന്നാൽ അത് ബിസ്മി ചൊല്ലിയോ ഇല്ലേ എന്നും നമ്മൾ ചോദിക്കേണ്ടതില്ല. അത് അർത്ഥത് മുസ്ലിമാണോ അല്ലേ എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടതില്ല. കാരണം അസ്ൽ ഒരാൾ മുസ്ലിം നമുക്ക് കൊണ്ടു തന്നാൽ, മുസ്ലിമീങ്ങൾ നമുക്ക് മുന്നിലേക്ക് ഇറച്ചി തന്നാൽ അത് മുസ്ലിമാണ് അർത്ഥത് എന്നതാണ് അസ്ൽ. അത് ഒരു കാഫിറാണ് അർത്ഥത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അർത്ഥത് എന്ന് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ നമ്മൾ അത് ഉപേക്ഷിക്കേണ്ടതുള്ളൂ. അസ്ൽ മുസ്ലിമീങ്ങൾ അറക്കുക എന്നുള്ളത് അത് ഹലാലായ കാര്യമാണ് എന്നാണ്. ആരാണ് മുസ്ലിം നമുക്കറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യം അംഗീകരിച്ച ഒരാൾ മുസ്ലിമാണ്. പിന്നീട് അദ്ദേഹം ഇസ്ലാമിന് പുറത്താണ് എന്ന് വ്യക്തമായ ഹുജ്ജത്തുണ്ട് എങ്കിലാണ് അയാൾ കാഫിറാണെന്ന് പറയാൻ പറ്റുകയുള്ളൂ. നമുക്ക് തോന്നിയതുപോലെ ഒരാൾ കാഫിറാണ് സാധ്യതയുണ്ട് എന്നൊന്നും പറയാൻ സാധിക്കുകയില്ല. കൃത്യമായി അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന കാര്യങ്ങളിൽ അയാൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് അയാളെ അർത്ഥത് കഴിക്കാതിരിക്കാൻ പാടുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഉലമാക്കൾ ചർച്ച ചെയ്ത മറ്റൊരു കാര്യമാണ് നിസ്കരിക്കാത്ത ആളുകൾ. അവർ അറുത്ത് കഴിഞ്ഞാൽ അത് കഴിക്കാൻ പറ്റുമോ എന്നാണ്. നിസ്കരിക്കാത്ത ആൾ, അയാൾ അറിയപ്പെട്ട ആളാണ്, നിസ്കരിക്കുകയേ ചെയ്യില്ല. ബാങ്ക് കൊടുത്താൽ മസ്ജിദിലേക്ക് പോകുന്നത് ആരും കണ്ടിട്ടില്ല. അങ്ങനെ നിസ്കരിക്കാത്ത വ്യക്തിയാണ്. അങ്ങനെ നിസ്കരിക്കാത്ത ആളാണ് അറുത്തത് എങ്കിൽ സഹോദരങ്ങളെ അയാൾ അറുത്തത് ഹലാലാവുകയില്ല. കാരണം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ ഏറ്റവും ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കുന്നത് ഒരാൾ എങ്ങനെ നിസ്കാരം ഉപേക്ഷിച്ചാലും അയാൾ കാഫിറാണ് എന്നാണ്. കാരണം സഹാബികൾ ഒരു കാര്യം ഉപേക്ഷിച്ചാൽ കുഫറാകുമെന്നുള്ളത് നിസ്കാരമല്ലാതെ മറ്റൊന്നും കണ്ടിട്ടില്ല എന്ന് സലഫുകൾ പറഞ്ഞത് കാണാം, സഹാബത്ത് തന്നെ പറഞ്ഞത് കാണാം. ഏതെങ്കിലും ഒരു അമൽ ഉപേക്ഷിച്ചാൽ അയാൾ കാഫിറാകുമെന്ന് സഹാബത്ത് വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിസ്കാരമാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരം ആരെങ്കിലും ഉപേക്ഷിച്ചാൽ അയാൾ കാഫിറാണ് എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അറവ് നടത്തുന്നത് എങ്കിൽ അയാളുടെ കടയിൽ നിന്നും നമ്മൾ ഇറച്ചി വാങ്ങുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. നമ്മൾ അതിൽ അലംഭാവം കാണിക്കേണ്ടതില്ല. എന്നാൽ ഒരാൾ നമുക്ക് ഇറച്ചി കൊണ്ടു തന്നു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നമ്മൾ നിസ്കരിക്കുന്ന ആളാണോ, ബിസ്മി ചൊല്ലിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ആഴത്തിലേക്ക് നമ്മൾ അമിതമായി ചോദിക്കേണ്ടതില്ല. മുസ്ലിമായ ഒരാൾ നമുക്ക് കൊണ്ടു തന്നാൽ
നമുക്കത് കഴിക്കാം. എന്നാൽ നിസ്കരിക്കാത്ത ഒരുത്തനാണ് കൊണ്ടു തന്നതെങ്കിലോ നമുക്ക് ചോദിക്കാം, നീ തന്നെ അർത്ഥാണോ, എന്നാൽ നീ എന്നെ കൊണ്ടുപോയിക്കോ എന്ന് പറയാം. കാരണം നിസ്കരിക്കാത്തവൻ അർത്ഥത് നമുക്ക് കഴിക്കാൻ പാടില്ല. എന്നാൽ ശരീഅത്തിൽ ഇളവ് നൽകി യഹൂദ നസ്രാണികൾ കിതാബികൾ അർത്ഥത് നമുക്ക് കഴിക്കാം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു ഇളവാണ്. ആ ഇളവ് ഇന്നും ബാക്കിയുണ്ട്. ഒരു യഹൂദി ഒരു നസ്രാണി അറുത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. അത് ശരീഅത്തിന്റെ ഒരു അളവാണ്. അസൽ മുശ്രിക്കുകൾ അർത്ഥത് കഴിക്കാൻ പാടില്ല എന്നാണ്. യഹൂദ നസ്രാണികൾ മുശ്രിക്കുകളാണ്. പക്ഷേ കിതാബികളായ ആളുകൾക്ക് അല്ലാഹു തആല അവരിലെ സ്ത്രീകളെ വിവാഹം ചെയ്യാനും അതുപോലെ അവർ അർത്ഥത് കഴിക്കാനും പ്രത്യേക ഇളവ് ശരീഅത്തിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്ന മറ്റു മുശ്രിക്കുകളായ ആളുകൾ, കിതാബികളല്ലാത്ത മറ്റു മുശ്രിക്കുകളായ ആളുകൾ, നിസ്കരിക്കാത്ത ആളുകൾ, അവർ അർത്ഥത് നമുക്കൊരിക്കലും കഴിക്കാൻ പാടില്ല എന്നതാണ്. നമ്മൾ ചുരുക്കം ഇവിടെ പറഞ്ഞത് ബിസ്മില്ല എന്നുള്ള കാര്യം വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ആരെങ്കിലും ബിസ്മി ചൊല്ലാതെ അറുത്ത് കഴിഞ്ഞാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹിയുടെ അഭിപ്രായം അത് ഉപയോഗിക്കാനേ പാടില്ല എന്നുള്ളതാണ്. വല്ലാഹു അലം. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് അത് ഉപയോഗിക്കാമെന്നാണ്. എന്നാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹിയുടെ അഭിപ്രായത്തിന് വളരെയധികം ശക്തിയുള്ള അഭിപ്രായമാണ്. അതുകൊണ്ട് നമ്മൾ അറുക്കുന്ന ആളുകൾ ബിസ്മില്ല എന്നുള്ള കാര്യം ശരിക്കും ഓർമ്മിച്ചിട്ട് തന്നെ ചെയ്യണം. പ്രത്യേകിച്ച് മുദ്ഹിയത്ത് പോലെയുള്ള ഒരു വലിയ ഉരുവിനാണ് അറുക്കുന്നത് എന്നുള്ള ബോധ്യം വേണം. മറ്റ് കടയിൽ പോയ കോഴി അറുത്താൽ അത്രേ ഉള്ളൂ, 100-200 രൂപയുടെ കാര്യം. എന്നാൽ വലിയ ഉരു എന്ന് പറയുന്നത് ആയിരക്കണക്കിന് രൂപയുടെ കാര്യമാണ്. ശരിക്കും ചിന്തിച്ച് ബിസ്മി ചൊല്ലി അറുക്കാൻ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ വിഷയത്തിൽ വളരെ ശക്തമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം അതിന് മറുപടി പറയുന്ന ആളുകൾക്കൊക്കെ പല രൂപത്തിലുള്ള തിരിച്ചും മറുപടി പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. വിശദമാക്കുന്നില്ല, കൂടുതൽ വിശദീകരിക്കുന്നില്ല. കാര്യം ബിസ്മില്ല എന്ന് പറയുന്നത് നമ്മൾ ചൊല്ലുക. ഇനി ബിസ്മില്ല എന്നതിന്റെ കൂടെ അർ-റഹ്മാൻ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. അത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് ഏറ്റവും സുന്നത്തിനോട് യോജിച്ചത് ബിസ്മില്ല എന്ന് പറയലാണ്. പക്ഷെ ഒരാൾ റഹ്മാൻ റഹീം എന്നുള്ളത് കൂട്ടിച്ചേർത്ത് മുഴുവനാക്കി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് തെറ്റല്ല, അതൊരു ബിദ്അത്താണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. എന്നാൽ ബിസ്മില്ല എന്ന് പറയലാണ് ഏറ്റവും അഖ്റബു ഇല സുന്ന എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. പിന്നീട് ഇതിന്റെ ഇടയിൽ അദ്ദേഹം ഉദ്ഹിയത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മസ്അല അദ്ദേഹം പറയുന്നുണ്ട്. ഷഅഫിൽ ആവിനത്തിൽ അഖീറ ബൈന الناس ജംഉ ദറാഹിം ലിഅജ്ലി അൻ യശ്തറു ഉദ്ഹിയാത്തിൻ ഫിൽ ഖാരിജ് തുവസ്സഉ അലൽ ഫുഖറാ. ഈ കാലഘട്ടത്തിൽ വന്നൊരു പുതിയൊരു കാര്യമാണത്. ജനങ്ങൾ ഒരു നാട്ടിൽ നിന്നും പണം ശേഖരിച്ചുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് ഉദ്ഹിയത്തിന് വേണ്ടി പണം അയക്കുക എന്നുള്ള കാര്യം ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ വർദ്ധിച്ചു കാണുന്നത്. അദ്ദേഹം 10-20 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ പണ്ഡിതനാണ്, അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ തന്നെ ഇതുണ്ട്. ഇന്നും നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അദ്ദേഹം പറയുന്നത് വഹാദ ഖതഉൻ അളീം, ഇത് വമ്പിച്ച തെറ്റാണത്. വഇൻ കാനു ബിഹാദ മുജ്തഹിദീൻ ലാ നഖൂലു ഫീ നിയതിഹിം ഷൈഅ. അവർ ഇജ്തിഹാദ് ചെയ്ത നല്ല കഴിവുള്ള പണ്ഡിതന്മാരാണ്, അങ്ങനെ ഇജ്തിഹാദ് ചെയ്ത് അതാണ് കൂടുതൽ നല്ലത് എന്ന രൂപത്തിലാണ് അവർ ഇത് ചെയ്തിട്ടുള്ളത് എങ്കിൽ നമ്മൾ അവരുടെ നിയ്യത്തിനെ മോശമൊന്നും പറയുന്നില്ല. ലാകിന്നഹും മുഖ്തിഊൻ, അവരുടെ ഇജ്തിഹാദിൽ അവർ തെറ്റാണ്. യുരീദൂന അൻ യുദയ്യഉ സുന്നത ശറഅഹ അല്ലാഹു അസ്സ വജൽ ഫിൽ ബിലാദ്. നാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സുന്നത്തിനെ നിശ്ചയിച്ചിട്ടുണ്ട്, അതിനെ പാഴാക്കി കളയുന്ന ആളുകളാണ്. വലൗല അന്നനാ നളുന്നു അന്നഹും ഖാസിറൂന ഖൈറ ലഖുൽനാ ഇന്നഹും മുസ്ലിമൂൻ. അവരോട് നമ്മൾ ഈ നല്ല ഉദ്ദേശത്തിലാണ് അവർ ചെയ്യുന്നത് എന്ന കാര്യം നമ്മൾ മാറ്റിവെച്ചാൽ അവർ തെറ്റാണ് ചെയ്യുന്നത്, മോശമാണ് ചെയ്യുന്നത് എന്ന് തന്നെ നമ്മൾ പറയും. കാരണം ലിഅന്നല്ലാഹ അസ്സ വജൽ ഖാൽ, കാരണം അല്ലാഹു തആല ഉദ്ഹിയത്തിന്റെ കാര്യത്തിൽ പറഞ്ഞത് ഫകുലൂ മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് കഴിക്കണം. വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, അങ്ങേയറ്റം ദരിദ്രരെ നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും വേണം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ഹിയത്തിന്റെ കാര്യം ആദ്യം കഴിക്കാനാണ് പറഞ്ഞത്. മറ്റൊരാൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് അള്ളാഹു നമ്മോട് കഴിക്കാനാണ് പറഞ്ഞത്. സുന്നത്താണത്. ഉദ്ഹിയത്തിൽ കഴിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അത് അള്ളാഹു സുബ്ഹാന ദൂരെ നമ്മൾ കൊടുക്കുന്ന ഉദ്ഹിയത്ത് അതിൽ നിന്ന് നമുക്ക് കഴിക്കാൻ സാധിക്കുകയില്ല. ഫല്ലാഹു അസ്സ വജൽ ഖദ്ദമൽ അക്ല ഖബ്ലൽ ഇത്ആം, ആളുകളെ ഭക്ഷിപ്പിക്കുന്നതിന് മുമ്പ് കഴിക്കണം എന്നുള്ളതിനാണ് അള്ളാഹു മുന്തിച്ചത്. അതുകൊണ്ട് അത് ചെയ്യണമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉദ്ഹിയത്ത് അത് ദൂരനാടുകളിൽ, അതെന്ത് കാരണം പറഞ്ഞിട്ടാണ് എങ്കിലും ദൂരനാടുകളിൽ പണം അയച്ചു കൊടുത്തുകൊണ്ട്, നമ്മുടെ നാട്ടിൽ അതിന് സൗകര്യം ഉണ്ടായിരിക്കെ ദൂരനാട്ടിൽ പണം അയച്ചു കൊടുത്തുകൊണ്ട് ചെയ്യുക എന്നുള്ളത് അത് സുന്നത്തിനെതിരായ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം ഇത്. ഇനി രണ്ടാമത്തെ കാര്യം, അത് ഒരു നാട്ടിൽ ആ സുന്നത്ത് തീരെ ഇല്ലാതാകും. ഈ നാട്ടിൽ എല്ലാവരും അങ്ങനെ തീരുമാനിച്ചാലോ? പിൽക്കാലത്ത് ഉദ്ഹിയത്ത് എന്ന് പറയുന്നത് ഈ പ്രദേശത്തില്ല. കോഴിക്കോട്ടുകാർ മുഴുവൻ തീരുമാനിക്കുകയാണ് നമ്മൾ പണം മുഴുവൻ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ബീഹാറിലോ അങ്ങനെയുള്ള മുസ്ലിമീങ്ങളുള്ള മറ്റു സ്ഥലത്ത് അവർ സാധുക്കളാണ് എന്ന കാരണത്താൽ ഇവിടെയുള്ള മുഴുവൻ ആളുകളും അങ്ങനെ പണം അയക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ
പിന്നീട് അടുത്തൊരു തലമുറ വരുന്ന സമയത്ത് ജനങ്ങൾക്ക് ഉദുഹിയത്ത് എന്ന് പറയുന്ന കാര്യമേ അറിയില്ല. ഉദുഹിയത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയുന്നത് ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പണം അയച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രം. ഇങ്ങനെ സ്വന്തം കൈകൊണ്ട് അറക്കുകയും അതിൽ നിന്ന് ഭക്ഷിക്കുകയും അത് വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുക എന്നുള്ള ആ ഒരു സുന്നത്ത് തന്നെ ഇല്ലാതായി പോകും. അത് ഒരു സുന്നത്ത് ഒരു നാട്ടിൽ ദീനിന്റെ ഒരു ചിഹ്നം തന്നെ ഇല്ലാതാകുന്നതിനും അത് മരിച്ചു പോകുന്നതിന് കാരണമാകും എന്നുള്ളതാണ്. മൂന്നാമതായി ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്, നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ആർക്കാണ് അറിയുക ഈ കൊടുക്കപ്പെട്ട സ്ഥലത്തുള്ള ആളുകളൊക്കെ ശരിക്കും ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് ഈ ഉദുഹിയത്തൊക്കെ നിർവഹിക്കുമെന്നുള്ളത് ആർക്കാണ് അറിയുക? കാരണം മിക്കപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത ആളുകൾ ചിലപ്പോൾ അതൊന്നും ശരിക്കും പഠിച്ചിട്ടുണ്ടാകണം എന്നില്ല. നമ്മളത് പഠിച്ചിട്ടുണ്ടായി എന്ന് തന്നെ വെച്ചാൽ തന്നെയും അവരത് ബിസ്മിയൊക്കെ ചൊല്ലി കറക്റ്റ് അതിന്റെ സമയത്ത് തന്നെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം തന്നെ, കാരണം നമ്മുടെ നാട്ടിൽ നിസ്കാരം കഴിഞ്ഞിട്ട് വേണം നമ്മൾ അറക്കാൻ. ആ നാട്ടിൽ ചിലപ്പോൾ പെരുന്നാൾ നേരത്തെ ആണെങ്കിൽ അത് അവരറുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദുഹിയത്ത് ശരിയാവുകയില്ല. കാരണം നമ്മൾ നിസ്കരിച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ ഉദുഹിയത്ത് മറ്റൊരു സ്ഥലത്തിന് അറക്കേണ്ടി വന്നാൽ പോലും അറക്കേണ്ടത്. അപ്പൊ അതൊക്കെ അവർ പരിഗണിക്കുന്നുണ്ട് എന്ന് ആർക്കാണ് അറിയുക? അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം വളരെ ശക്തമായി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. മദീനക്ക് പുറത്തും പല സ്ഥലങ്ങളിലും പാവപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല? അറവ് പണം അയച്ചു കൊടുത്തു മറ്റൊരു നാട്ടിൽ നിന്നും മറക്കുക എന്നുള്ള കാര്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം അത് ശക്തമായി എതിർക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ശരിക്കും പരിശോധിച്ചാൽ നിങ്ങളുടെ നാട്ടിൽ തന്നെ ധാരാളം ദരിദ്രരൊക്കെ ഉണ്ടാകും. ഒരു നാട്ടിൽ തീരെ ദരിദ്രരില്ലാതിരിക്കുക എന്നുള്ളത് വളരെ അപൂർവമാണ്. ദരിദ്രരായ ആളുകളൊക്കെ ഉണ്ടാകും. പിന്നീട് അതിന്റെ ബദൽ സംവിധാനമായി അദ്ദേഹം പറയുന്നത്, ഇന്നൊരാൾ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ സ്വന്തം നാട്ടിൽ തന്നെ അറുത്ത് അയാൾക്ക് മറ്റൊരു നാട്ടിലേക്ക് ഇറച്ചി കയറ്റി അയക്കാൻ പറ്റുമെങ്കിൽ, അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അത് അയാൾ ചെയ്യട്ടെ എന്നാണ്. അതല്ലാതെ ഒന്നാകെ പണം അയച്ചുകൊണ്ട് നാട്ടിൽ തീരെ അറവ് നടത്താത്ത ഒരവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നത് അത് ശരിയല്ല. അത് സുന്നത്തിനെതിരാണ്. ധാരാളം സുന്നത്തുകൾ നഷ്ടപ്പെടുത്തുന്ന ഒരു നാട്ടിൽ ഒന്നാകെ ഒരു സുന്നത്തില്ലാതായി തീരുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നാണ് അദ്ദേഹം ഒരു മസ്അലയായിട്ട്, ഉദുഹിയത്തുമായി ബന്ധപ്പെട്ട ഒരു മസ്അലയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അടുത്ത ഹദീസ്, عن جابر بن عبد الله قال شهدت مع رسول الله صلى الله عليه وسلم الصلاة يوم العيد. جابر بن عبد الله رضي الله عنهما അദ്ദേഹം പറയുകയാണ്, شهدت مع رسول الله صلى الله عليه وسلم, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹാജരായി الصلاة يوم العيد, പെരുന്നാൾ നിസ്കാരം. فبدأ بالصلاة قبل الخطبة, അങ്ങനെ അവിടുന്ന് പെരുന്നാൾ നിസ്കാരം ഖുതുബക്ക് മുമ്പ് ആരംഭിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം സഹാബികൾ എല്ലാവരും ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം എപ്പോഴും ഖുതുബക്ക് മുമ്പായിരിക്കണം, ജുമാ പോലെയല്ല. നിസ്കാരം എപ്പോഴും ഖുതുബക്ക് മുമ്പായിരിക്കണം എന്നുള്ള കാര്യം. ഇനി എങ്ങനെയാണ് നിസ്കാരം നിർവഹിച്ചത്? ബിഗൈരി അദാനിൻ വലാ ഇഖാമ, അവിടെ ബാങ്കോ ഇഖാമത്തോ ഉണ്ടായിരുന്നില്ല. പെരുന്നാൾ നിസ്കാരത്തിന് ബാങ്കോ ഇഖാമത്തോ ഇല്ല. നേരെ നിസ്കാരം നിർവഹിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സുമ്മ ഖാമ മുതവക്കിഅൻ അലാ ബിലാൽ, പിന്നീട് ബിലാലിന്റെ മേലെ ഇങ്ങനെ കൈവച്ചുകൊണ്ട് ചാന് അവലംബിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. ഫഅമറ ബിത്തഖ്വല്ലാഹി വഹസ്സ അലാ തഅതിഹി, അങ്ങനെ അവിടുന്ന് അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നും പുണ്യങ്ങൾ ചെയ്യണമെന്നും പ്രേരിപ്പിക്കുകയുണ്ടായി. വവഅല അന്നാസ വദക്കറഹും, ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു, അവർക്ക് താക്കീതുകൾ നൽകി. സുമ്മ മദഹത അത്തന്നിസാ, പിന്നീട് അവിടുന്ന് സ്ത്രീകളുടെ അടുക്കലേക്ക് എത്തി. ഫവഅലഹുന്ന വദക്കറഹുന്ന, പിന്നീട് സ്ത്രീകളെയും ഉപദേശിച്ചു, അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഫഖാല തസദ്ദഖ്ന, നിങ്ങൾ സദഖ ചെയ്യണം. ഫഇന്ന കുന്ന അക്സറു ഹതബി ജഹന്നം, കാരണം നരകത്തിൽ അതിന്റെ വിറകുകളായി അധികമായുള്ളത് നിങ്ങളാണ് എന്ന് പറഞ്ഞു. ഫഖാമ ഇംറഅത്തുൻ മിൻ സിതത്തിൻ നിസാഇ സഫ്ആഉൽ ഖദ്ദൈൻ, കറുത്ത കവിൾത്തടമുള്ള ഒരു സ്ത്രീ അവരുടെ കൂട്ടത്തിൽ നിന്ന് മധ്യത്തിൽ നിന്നും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, ലിമ യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് റസൂലെ അങ്ങനെ? ലിഅന്ന കുന്ന തുക്സിർന ശകാ വ തക്ഫുർനൽ അശീർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാരണം നിങ്ങൾ അധികമായി പരാതി പറയുന്നവരാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇണയോട് നന്ദികേട് കാണിക്കുന്നവരാണ്. ഖാല ഫജഅൽന യതസദ്ദഖ്ന മിൻ ഹുലിയിഹിന്ന, ഈ റിവായത്ത് ചെയ്ത സഹാബി പറയുകയാണ്, ഉടൻ തന്നെ മുസ്ലിമീങ്ങളായ സ്ത്രീകൾ അവരുടെ ആഭരണങ്ങൾ സദഖ ചെയ്യാൻ തുടങ്ങി. യുൽഖീന ഫീ സൗബി ബിലാലിൻ മിൻ അഖ്രിതതിഹിന്ന വഖവാതിമിഹിന്ന, ബിലാൽ ഇങ്ങനെ തുണി വിരിച്ചിട്ടുണ്ട്, അവരവരുടെ കാതിൽ നിന്നും കാതിലുകളും അതുപോലെ തന്നെ അവരുടെ മോതിരങ്ങളും ഒക്കെ ഊരി അതിലേക്ക് ഇടുന്നുണ്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, ഈ ഹദീസിൽ ഒന്നാമതായി വരുന്ന മസ്അല പെരുന്നാൾ നിസ്കാരം അത് എപ്പോഴാണ് നിർവഹിച്ചത് എന്നുള്ളതാണ്. രണ്ട്, അതിന് ബാങ്കോ ഇഖാമത്തോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ബാങ്കോ ഇഖാമത്തോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെരുന്നാൾ നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുക എന്നുള്ളത്
പാടില്ലാത്ത കാര്യമാണ്. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അത് ബിദ്അത്തായി തീരും. ബാങ്കല്ലേ, ആളുകൾ അറിയിക്കാനല്ലേ എന്നതൊന്നും അതിന് കാരണമാക്കിക്കൂടാ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചെയ്തിട്ടില്ല. കാരണം അവിടുന്ന് ആളുകൾ അറിയിക്കുക എന്നുള്ള കാര്യമുണ്ട്, അവിടുന്ന് ആളുകൾ അറിയിക്കേണ്ടതുണ്ട്, പക്ഷെ അങ്ങനെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പറയുന്നു സുമ്മ ഖാമ മുതവക്കിഅൻ അലാ ബിലാൽ, ബിലാലിന്റെ മേലെ ഇങ്ങനെ പിടിച്ചിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളത് എന്നുള്ളതാണ്. എന്നിട്ട് ഫഅമറ ബിത്തഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞു. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? തഖ്വ എന്ന് പറഞ്ഞാൽ അൻ യത്തഖിദൽ ഇൻസാനു വിഖായതൻ മിൻ അദാബില്ലാഹ്. അല്ല, അതിന് മലയാള അർത്ഥം പറയുന്നത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അത് കറക്റ്റാണ്, അർത്ഥം കൃത്യമാണ്. സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ തഖ്വ എന്നതിന്റെ വാക്കർത്ഥമുള്ളൂ. പക്ഷേ എന്തിൽ നിന്നാണ് മനുഷ്യൻ സൂക്ഷിക്കുന്നത്? അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും നരകത്തിൽ നിന്നും മനുഷ്യൻ നേടുന്ന ഒരു സുരക്ഷയാണത്, ഒരു പരിചയമാണത് തഖ്വ എന്ന് പറയുന്നത്. വദാലിക ബിഫിഅലി അവാമിരിഹി വജ്തിനാബി നവാഹിഹി, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വിലക്കിയ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട്. അതിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിർവചനം എന്ന് പറയുന്നത് മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ അൽ അമലു ബിത്വാഅത്തില്ലാ അലാ നൂരിൻ മിനല്ലാഹ്, അല്ലാഹു ഇറക്കിയ പ്രകാശത്തിനാൽ വഹീന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു നമ്മോട് കൽപ്പിച്ച പുണ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. തർജു സവാബല്ലാഹ്, അല്ലാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്. വഅൻ തത്റുക മാ നഹല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തഖ്ശ ഇഖാബല്ലാഹ്, പിന്നെ ശിക്ഷകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങൾ വിട്ടുനിൽക്കുക, അതും അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ തന്നെ, അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട്, നരകത്തെ പേടിച്ചുകൊണ്ട്. ഇങ്ങനെയാണ് ചിലർ അതിനെ കവിതയായി പറഞ്ഞിട്ടുണ്ട്. ഖല്ലി ദുനൂബ സഗീറഹ വ കബീറഹ ദാക തുഖ, നീ തിന്മകൾ ചെറുതാകട്ടെ വലുതാകട്ടെ അത് ഉപേക്ഷിക്കുക, അതാണ് തഖ്വ. വഅമൽ കമാശിൻ ഫൗക അർളി ശൗകി യഹ്ദറു മാ യറ, നീ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? എങ്ങനെയാണ് നീ തഖ്വയുള്ളവനായി തീരുക? നീ ഒരു മുള്ളുകൾ നിറഞ്ഞ ഭൂമിയിൽ ഒരുവൻ എങ്ങനെയാണ് സൂക്ഷ്മതയോടുകൂടി നടന്നു പോകുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയാണ് തഖ്വയുള്ളവൻ ചെയ്യുക. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും സൂക്ഷ്മതയുണ്ടാകും. ലാ തഹ്ഖിറന്ന സഗീറതൻ, നീ ചെറിയ ചെറിയ തെറ്റുകളെ നിസ്സാരമാക്കി കാണണ്ട. ഇന്നൽ ജിബാല മിനൽ ഹസ, കാരണം വലിയ പർവ്വതങ്ങൾ അത് ചെറിയ ചെറിയ കല്ലുകൾ മുഖേന ഉണ്ടായിട്ടുള്ളതാണ്. വലിയൊരു പർവ്വതം അതിന്റെ അസൽ ചെറിയ ചെറിയ കല്ലുകളാണ്. അങ്ങനെയാണ് വലിയ തിന്മകൾ ഉണ്ടാകുക എന്നുള്ളത്. അഥവാ ചുരുക്കം വലുതും ചെറുതുമായ മുഴുവൻ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളതാണ് തഖ്വ. പിന്നീട് പറഞ്ഞത് വഹസ്സ അലാ ത്വാഅതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നാണ്. ഇവിടെ തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ നിർവചനത്തിൽ പറഞ്ഞു നന്മ പ്രവർത്തിക്കുകയും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കലുമാണ്. പിന്നീട് വഹസ്സ അലാ ത്വാഅതിഹി, പുണ്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് തൗക്കീദിന് വേണ്ടിയിട്ടാണ്, പുണ്യങ്ങൾ ചെയ്യാൻ ഒന്നുകൂടി ഉറപ്പിച്ച് പറയുകയാണ്. വേറെ ചിലർ പറഞ്ഞു തഖ്വയും താഅത്തും, തഖ്വ താഅത്ത് രണ്ടും ഒരുമിച്ച് പറഞ്ഞാൽ തഖ്വ എന്ന് പറയുന്നത് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതായിരിക്കും ഉദ്ദേശിക്കുക. താഅ എന്ന് പറയുന്നത് പുണ്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുക എന്നാണ്. വഅഅന്നാസ വദക്കറഹും, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ വഅദ് നടത്തി. വഅദ് നടത്തി എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ചിട്ടുള്ള തർഗീബുകൾ, അതിനെക്കുറിച്ചിട്ടുള്ള പ്രേരകങ്ങൾ പറയുക, അല്ലെങ്കിൽ നരകത്തിൽ നിന്നും രക്ഷപ്പെടേണ്ട കാര്യങ്ങൾ പറഞ്ഞ ആളുകൾക്ക് പേടിയുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുക. അങ്ങനെ ഹൃദയത്തിന് നൈർമല്യം ഉണ്ടാക്കുന്ന സംസാരത്തിനാണ് വഅദ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യാറുണ്ടായിരുന്നു. വദക്കറഹും, അവർക്ക് അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ചുമൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെ ശുക്ർ ചെയ്യണമെന്നൊക്കെ ഓർമ്മപ്പെടുത്തുക. ഇതാണ് വഅദും തദ്കീറും. സുമ്മ മള ഹത്ത അതൻ നിസാ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ അടുക്കലേക്ക് പോവുകയാണ്. ഇവിടെ നോക്കണം, ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട് لأن النساء في مكان بعيد عن الرجال حتى لا يحصل اختلاط بينهن وبين الرجال. കാരണം സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്, എന്നിട്ടും പുരുഷന്മാരുടെ അടുക്കലായിരുന്നില്ല സ്ത്രീകളുള്ളത്. സ്ത്രീകൾ വേറൊരു സ്ഥലത്താണുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹത്താ ലാ യഹ്സുലു ഇഖ്തിലാത്തുൻ ബൈനഹുന്ന വബൈന റിജാൽ, പുരുഷ സ്ത്രീ സങ്കലനമില്ലാതിരിക്കാൻ, ഇഖ്തിലാത്തില്ലാതിരിക്കാൻ. അങ്ങനെയാണ് സഹാബി സ്ത്രീകൾ ഇരുന്നത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ അടുത്തായിരുന്നില്ലായിരുന്നത്. ആയിരുന്നു എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വ്യക്തമായി അവർക്ക് കേൾക്കാമായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് കേൾക്കുന്നതിന് വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടുള്ളത്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്ത്രീ പുരുഷ സങ്കലനം ദീനുൽ ഇസ്ലാം അത് ഹറാമാക്കിയിരിക്കുന്നു. എന്നാൽ ഇന്ന് ഖേദകരമാണ്, സലഫി ലേണിംഗ് ആണ്, സലഫി പഠനമാണ്, അതിന്റെ റിസർച്ച് സെന്റർ ആണ് എന്നൊക്കെ വാദിക്കുന്ന ചില ആളുകൾ സലഫിയത്തിന്റെ പേരിൽ അവർ നടത്തുന്ന
ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഖുർആൻ പഠിക്കണം എന്നുള്ള പേരിലൊക്കെ നടത്തുന്ന ക്ലാസ്സുകളിൽ അവരാണും പെണ്ണും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഒരു ഭാഗത്ത് പുരുഷനാണെങ്കിൽ അതിന്റെ ഇപ്പുറത്ത് തന്നെ ആണുങ്ങളാണ് ഇരുത്തുന്നത്. എന്നിട്ട് അതിന്റെ പേരാണെങ്കിൽ സലഫിയത്തിന് കേടുണ്ടാക്കുന്ന കാര്യമാണ്. സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്റർ എന്നാണ് പറയുന്നത്. സലഫിയത്തുമായി യാതൊരു ബന്ധവുമില്ല. ഇത്തരത്തിന്റെ പിന്നിലുള്ള ആളുകൾക്ക് ഒന്നാമതായി സലഫിയത്തുമായി യാതൊരു ബന്ധവുമില്ല. അവർ നടത്തുന്ന തഫ്സീറുകൾ സലഫി അഖീദയുടെ അടിസ്ഥാനത്തിലല്ല. ഉലമാക്കൾ പറയുന്നു, ആരെങ്കിലും ഖുർആനിന്റെ തഫ്സീറുകൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, ആരെങ്കിലും ഖുർആനിന്റെ തഫ്സീറുകൾ അത് സഹാബികളോ താബിഈങ്ങളോ മുൻകാല ഇമാമിങ്ങളോ പറയാത്ത രൂപത്തിൽ വിശദീകരിക്കുകയാണ് എങ്കിൽ അവൻ സലഫിയല്ല, അവൻ മുബ്തദിആണ് എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇത്തരത്തിലുള്ള പുരുഷന്മാരും സ്ത്രീകളും കൂടിക്കലർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഖുർആനിന്റെ ദർസുകളാണ്, ഖുർആനാണ്, തഫ്സീറാണ് എന്നാണ് പറയുന്നത്. ആളുകൾ അതിനെന്ത് തന്നെ ന്യായം പറഞ്ഞാലും അവിടെ പോയി ഹിഫ്ളാക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ നന്നായി പോയിട്ടുണ്ട്. ഇതൊന്നും ന്യായമുള്ള കാര്യമല്ല. ദീനിന് അതിന്റെ ലക്ഷ്യവും മാർഗവും നന്നായിരിക്കേണ്ടതുണ്ട്. അതല്ലാതെ അതിന്റെ ലക്ഷ്യം നേടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാർഗം എന്തവലംബിച്ചാലും നമ്മൾ കണ്ണടക്കുക എന്നുള്ളത് ശരിയല്ല. അത് തികച്ചും ഹറാമായ രൂപത്തിലാണ് അത്തരത്തിലുള്ള ക്ലാസുകൾ നടത്തുന്നത്. പുരുഷന്മാരും സ്ത്രീകളും യാതൊരു ഹിജാബും ഇല്ലാത്ത സ്ത്രീകൾ പോലും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് അവിടുന്ന് വന്നിട്ടുള്ളത് ഈദ് ഖുതുബക്കാൻ. അവർ ഇരിക്കുന്നത് അടുത്തല്ല, ദൂരെയാണ് ഇരിക്കുന്നത്. അവർക്ക് വേണ്ടി ഉപദേശം നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുക്കലേക്ക് പോകുകയാണ്. ദീനുൽ ഇസ്ലാമിൽ എല്ലാ സ്ഥലത്തും നമുക്കത് കാണാൻ സാധിക്കും. ഇഖ്തിലാത്തുമായി ബന്ധപ്പെട്ട സ്ത്രീ പുരുഷ സങ്കലനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കണിശമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതൊരിക്കലും നിസ്സാരമാക്കേണ്ട കാര്യമല്ല. ചില ആളുകൾക്ക് ഇത് പറയുന്ന സമയത്ത് ഇത് പുരോഗമനത്തിൽ നിന്നും പിന്നോട്ട് വലിക്കലാണ്. നമ്മളൊക്കെ പുരോഗമനത്തിന്റെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അത് നമ്മുടെ ക്ലാസ്സിലും മുന്നിലുണ്ടാകും, ഇന്നിപ്പോ സ്റ്റേജിലും മുന്നിലുണ്ട്, അവർ തന്നെയാണ് എല്ലാത്തിനും മുന്നിലുണ്ടാകുക എന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് സലഫിയത്തുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. അതുകൊണ്ട് ഖുർആൻ പഠിക്കേണ്ട ആളുകൾ ഒരിക്കലും അവിടെ എങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് എന്ന കാരണത്താൽ, ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാമെന്ന കാരണത്താൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലേക്ക് പോകുക എന്നുള്ളത് അവർക്ക് പാടില്ല. പുരുഷന്മാരുമായി കൂടിക്കലർന്നുകൊണ്ട് ഇത്തരം ഖുർആൻ ക്ലാസ്സുകൾ അത് നമ്മൾ പങ്കെടുക്കാതിരിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് നടത്തിയ മഅ്ശറൻ നിസാ തസദ്ദഖ്ന. ഓ മഅ്ശറൻ നിസാ, എന്താണ് മഅ്ശർ? നമ്മൾ വേറെയും ഹദീസിൽ കേട്ടിട്ടുണ്ട്, യാ മഅ്ശറ ശബാബ്. മഅ്ശർ എന്ന് പറഞ്ഞ ജമാഅ, സംഘം എന്നാണ് അർത്ഥം. ഓ സ്ത്രീ സമൂഹമേ, തസദ്ദഖ്ന, നിങ്ങൾ സദഖ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് സാധുക്കൾക്ക് ഉപകരിക്കുന്ന രൂപത്തിലുള്ള ചെലവഴിക്കലിനാണ് സദഖ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ചെയ്യണം. അത് കുറച്ചാകട്ടെ കൂടുതലാകട്ടെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ എണ്ണമൊന്നും പറഞ്ഞിട്ടില്ല. കുറച്ചാണെങ്കിലും സദഖ തന്നെയാണ്. ഫഇന്നകുന്ന അക്സറു ഹതബി ജഹന്നം, കാരണം നിങ്ങളാണ് നരകത്തിൽ ഏറ്റവും കൂടുതൽ വിറകുകളായി ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാവിൽ നാളെ നരകത്തിൽ ആരൊക്കെയാണ് ഉണ്ടാകുക എന്ന കാര്യം അല്ലാഹു തആല കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്ത്രീകളെയാണ് അവിടുന്ന് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഫഇന്നകുന്ന അക്സറു ഹതബി ജഹന്നം, നിങ്ങളാണ് നരകത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സദഖ ചെയ്യണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ സഹാബി സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റു. ഫഖാമത്ത് ഇംറഅത്തുൻ മിൻ സിതത്തിൻ നിസാ, സ്ത്രീകളുടെ സിതത്തിൽ നിന്നും, ഐ വസത്ത്, മധ്യത്തിൽ നിന്നും ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു. ഈ മധ്യത്തിൽ നിന്നുള്ളത് പണ്ഡിതന്മാർ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയുന്നു, ഒന്നുകിൽ ആ സ്ഥലമായി പരിഗണിച്ച് കൂടിയിരുന്ന കൂട്ടത്തിൽ നടുവിൽ നിന്നൊരു സ്ത്രീ, അല്ല എങ്കിൽ അവരുടെ ഹാലാണ്, അഥവാ അവർ ധാരാളം ഇൽമുള്ള അത്രയും ഉള്ള സ്ത്രീയല്ല, അല്ലെങ്കിൽ തീരെ ഇൽമില്ലാത്തൊരു സ്ത്രീയുമല്ല, അതിനിടയിലുള്ള ഒരു സ്ത്രീ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു സ്ത്രീ, അവരാണ് ചോദിച്ചത് എന്നാണ് പറയുന്നത്. ഫഖാലത് ലിമ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ, എന്തുകൊണ്ട് അങ്ങനെ? ഇവിടെ അദ്ദേഹം പറയുന്നു, ഈ ഇസ്തിഫാം, ഈ ചോദ്യം എന്ന് പറയുന്നത് ഇത് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. കാരണം സഹാബികൾ അങ്ങനെ ഒരിക്കലും എങ്ങനെ ആ രൂപത്തിൽ അഹങ്കാരത്തോടു കൂടി എതിർ പറഞ്ഞതല്ല, മറിച്ച് അറിയുന്നതിന് വേണ്ടി ചോദിച്ചതാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിഅന്ന കുന്ന തുക്സിർന ശകാ വ തക്ഫുർനൽ അശീർ, കാരണം നിങ്ങൾ അധികമായി പരാതി പറയുന്ന ആളുകളാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇണയോട് അങ്ങേയറ്റം നന്ദികേട് കാണിക്കുന്നവരാണ് എന്നാണ്. സ്ത്രീകളെ നരകത്തിൽ പോകാനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ മുഴുവൻ സ്ത്രീകളും ഇത് ശ്രദ്ധിക്കണം. കാരണം ഖിയാമത്ത് നാൾ വരെയുള്ള സ്ത്രീകളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, അതല്ലാതെ മദീനക്കാരെ കുറിച്ചിട്ടല്ല. ഖിയാമത്ത് നാൾ വരെയുള്ള സ്ത്രീകൾ എന്തുകൊണ്ടാണ് അവർ അധികവും നരകത്തിൽ പോകാൻ കാരണം? ഒന്ന്, പരാതികൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക.
ക്ഷമയില്ലാത്ത രൂപത്തിൽ അക്ഷമരായിക്കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ പരാതിയോടുകൂടി പരാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളത് സ്ത്രീകളിൽ അധികവും കാണുന്ന ഒരു കാര്യമാണ്. എല്ലാത്തിനും അവർക്ക് പരാതിയാണ്, ക്ഷമ അവർക്ക് വളരെ കുറയുന്നൊരവസ്ഥ. അതുപോലെ തന്നെ വതക്ഫുർനൽ അശീർ, തന്റെ ഇണയോട് അങ്ങേയറ്റം നന്ദികേട് കാണിക്കുക. ഈ ഒരു കാരണവുമാണ് അവരെ നരകത്തിലേക്ക് അധികവും എത്താനുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹദീസിൽ അത് വന്നിട്ടുണ്ട്. അതായത് എന്താണ് അവരങ്ങനെ നന്ദികേട്, ധാരാളം സമയത്ത് ഒരുപാട് കാലത്ത് സ്ത്രീക്ക് വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഭർത്താവ് ചെയ്തു കൊടുക്കുകയും എപ്പോഴെങ്കിലും ഒക്കെ ഒരു വീഴ്ച ഭർത്താവിന്റെ കയ്യിൽ നിന്ന് വരുന്ന സമയത്ത് നിങ്ങൾ ഇതുവരെ ഒരു നന്മയും ചെയ്തു തന്നിട്ടില്ല എന്ന രൂപത്തിലേക്ക് സംസാരിക്കുക എന്നുള്ളത് അവരിൽ ഉണ്ടാകുന്നു എന്നതാണ് വതക്ഫുർനൽ അശീർ, അവരതിനോട് നന്ദികേട് കാണിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫജഅൽനാ യതസദ്ദഖ്ന മിൻ ഹുലിയിഹിന്ന, അങ്ങനെ അവർ അവരുടെ ആഭരണങ്ങളിൽ നിന്നും സദഖ കൊടുക്കാൻ തുടങ്ങി. യുൽഖീന ഫീ സൗബി ബിലാൽ, അവർ ബിലാലിന്റെ തുണിയിലേക്ക് ഇടുന്നുണ്ട്. മിൻ അഖ്റിതതിഹിന്ന വഖവാതിമിഹിന്ന, അഖ്റാത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ കാതിൽ ധരിക്കുന്ന ആഭരണത്തിനാണ്, കാതില എന്ന് നമ്മൾ പറയുന്ന, അതുപോലെ തന്നെ മോതിരവും. ഇതൊക്കെയാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി, ദീനുൽ ഇസ്ലാമിന് വേണ്ടി, സാധുക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി സ്വതക്കയായി അവർ കൊടുത്തത് എന്ന് കാണാൻ സാധിക്കും. ഈ ഹദീസിലും ധാരാളം പാഠങ്ങളുണ്ട്. അതിലൊന്നാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് നിസ്കാരം. അതിന്റെ ആദ്യത്തിലാണ് നിസ്കാരമാണ് ആദ്യം, പെരുന്നാൾ നിസ്കാരത്തിൽ, അതിനുശേഷമാണ് ഖുതുബ എന്നുള്ളത്. ബാങ്കോ ഇഖാമത്തോ ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യമായി പറഞ്ഞിട്ടുള്ളത് ജവാസു അൽ ഇത്തികാഉ അലൽ ബശർ, മനുഷ്യരുടെ മേൽ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചാരി നിൽക്കുക, പിടിച്ചു നിൽക്കുക എന്നുള്ളത് ജായിസാണ്. ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ മുതവക്കിയൻ അലാ ബിലാൽ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിന്റെ മേലെ കൈ ഇങ്ങനെ കൊടുത്ത് താങ്ങി നിന്നിട്ടുണ്ട് എന്നാണ്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ മേൽ താങ്ങി നിൽക്കാം എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, വലാകിൻ ഹൽ ഹാദാ ജായിസുൻ അലൽ ഇസ്തിറാഖ് ഔ ഇദാ ദഅത്തിൽ ഹാജതു ഇലൈഹി, ഇത് നിരുപാധികമായി എപ്പോഴും ഒരാളുടെ ചുമലിലൊക്കെ കൈയിട്ട് അങ്ങനെ ചാഞ്ഞു നിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടപ്പോഴാണോ? അദ്ദേഹം പറയുന്നു ഇദാ ദഅത്തിൽ ഹാജതു ഇലൈഹി, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യൻ മറ്റൊരാളുടെ ചുമലിലൊക്കെ കൈയിട്ട് നിൽക്കാൻ പാടുള്ളൂ. വഅമ്മാ ഇദാ ലം യഹ്തജ് ഫലാ യംബഗി, എന്നാൽ അതല്ലാത്തത് പാടില്ല. വമാ നുശാഹിദുഹു മിമ്മാ യഫ്അലു ബഅദു الناس വഹും യംശൂന ഫിൽ അസ്വാഖി യദഉ റജലു യദഹു അലാ കത്ഫി الثاني വയദുമുഹു ഇലൈഹി ഫഹാദാ മക്റൂഹുൻ. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ചില ആളുകൾ, പുരുഷന്മാരെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, അവരിൽ ഒരാൾ മറ്റൊരാളുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് മക്റൂഹായ കാര്യമാണ്. വറുബ്ബമാ മുഹറം, ചിലപ്പോൾ ഇത് ഹറാമാണ് എന്ന് വരെ പറയേണ്ടി വരാം. ലിഅന്നഹു ലാ ബുദ്ദ അൻ യകൂന ഹുനാക ഹറകത്തുൻ ഫിൻ നഫ്സ്, കാരണം ഹൃദയത്തിൽ ചില ചലനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വഇൻ ലം തകുൻ ഹറക മുഹറമ വലാകിൻ യുഖ്ശ അലൽ ഇൻസാൻ, ഇനി അത് ഹറാം എന്നുള്ള ചലനങ്ങളൊന്നും അങ്ങനെയുള്ള മോശം ചിന്തകളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും അത് മനുഷ്യനിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ അർത്ഥം ഇത് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഇങ്ങനെ ഉണ്ടാകും എന്നല്ല, പക്ഷെ ചിലരിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്നതുകൊണ്ടാണ് പറയുന്നത്. അത് നല്ലൊരു ശീലമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് ആവശ്യമില്ല എങ്കിൽ. പൊതുവെ നമ്മൾ നാട്ടിൽ ധാരാളം ആളുകൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അത് ശരിയല്ല. ആളുകൾ ഇങ്ങനെ ചുമലിൽ കൈയിട്ട് നടക്കുക, കുട്ടികളാണെങ്കിലും ശരി വലിയവരാണെങ്കിലും ശരി ശ്രദ്ധിക്കണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഒരാളെ ചേർത്ത് പിടിക്കുക എന്നൊക്കെ, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ചേർത്ത് പിടിക്കലും കൈയിടലും മറ്റുമൊക്കെ. അതല്ല എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് കറാഹത്താണ്, ഒഴിവാക്കേണ്ടതാണ് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. അടുത്ത ഫായിദ ഫളീലത്തു ബിലാൽ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനെയാണ് അങ്ങനെ താങ്ങി നിൽക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വലിയ ഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച അഷ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ താങ്ങി നിൽക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുന്നത് അത്രയും വലിയ ഫضل അദ്ദേഹത്തിന് ഉള്ള കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം അന്നൽ മശ്റൂഅ ലിൽ ഖതീബി അൻ യകൂന ഖായിമൻ, ഖതീബിന് എപ്പോഴും നിന്നുകൊണ്ട് ഖുതുബ പറയുക എന്നുള്ളതാണ് ശർആക്കിയിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസമുണ്ടായിട്ടും താങ്ങി പിടിച്ചിട്ട് നിന്നിട്ടാണ് ഖുതുബ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഖതീബുമാർ അവർ ഖുതുബ പറയേണ്ടത് നിന്നുകൊണ്ടാണ് എന്നുള്ളതാണ് അസ്ൽ. ഇനി ആർക്കെങ്കിലും അങ്ങനെ സാധിക്കാതെ വരുന്ന സമയത്ത്, പെട്ടെന്ന് പറ്റാത്ത സമയത്ത് അവർക്ക് ഇരുന്ന് സംസാരിക്കാം. അതല്ലെങ്കിൽ അസ്ൽ നിന്നുകൊണ്ടാണ് സംസാരിക്കേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം ഇതിൽ നിന്നും മറ്റൊരു ഫായിദയായി പറഞ്ഞിട്ടുള്ളത്. അടുത്ത കാര്യം, ആറാമത്തെ കാര്യം, അംറുൽ ഖതീബ് ലിൽ മുസ്തമിഈൻ ബിതഖ്വല്ലാഹി അസ്സ വജൽ. ഖതീബിനെ സംബന്ധിച്ചിടത്തോളം
കേൾക്കുന്ന ആളുകൾക്ക് ഖുതുബയിൽ തഖ്വ അല്ലാഹുവിനെ കുറിച്ച് തഖ്വ പറയാൻ അത് ശരീഅത്തിൽ ഉള്ള കാര്യമാണത്, ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള വഅലുകൾ നൽകുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഖുതുബകളിലും അല്ലാത്ത സമയത്തുമൊക്കെ വഅലുകൾ നൽകിയിട്ടുണ്ട് എന്നാണ്. പിന്നീട് ഒരു ഫായിദ അന്നഹു യംബഗി ഫി ഖുതുബത്തിൽ ഈദ് അൻ യതഖദ്ദമ അൽ ഖതീബു ഇല നിസാ ഫയഅലുഹുന്ന ലിഫിഅലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ സ്ത്രീകളുടെ അടുക്കലേക്ക് പോയി ഖതീബുമാർക്ക് ഖുതുബ നടത്താമെന്നാണ്. എന്നാൽ അദ്ദേഹം പറയുന്നു, എന്നാൽ ഇന്നത്തെ കാലത്ത് അതിന്റെ ആവശ്യം വരുന്നില്ല. കാരണം ഇന്ന് സ്പീക്കറുകളുണ്ട്, മൈക്കുണ്ട്. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ കേൾക്കുന്നത് പോലെ തന്നെ സ്ത്രീകൾക്ക് കേൾക്കാൻ സാധിക്കും. എങ്കിൽ പോലും സ്ത്രീകൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഖുതുബകളിലും ഇങ്ങനെയുള്ള ഈദിന്റെയും മറ്റുമൊക്കെ അവസരങ്ങളിൽ സ്ത്രീകൾക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ അത് പ്രത്യേകമാക്കി പറയണം എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും സ്ത്രീകൾക്ക് കൊടുക്കേണ്ട ഉപദേശം അത് പ്രത്യേകം കൊടുത്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. അവരെ കൂടി പരിഗണിക്കുന്ന സംസാരങ്ങൾ ഉൾപ്പെടുത്തണം എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. മുഖാതബത്തിൻ നിസാഇ ലിർരിജാലി വർരിജാലി ലിന്നിസാ. സ്ത്രീകൾക്ക് പുരുഷന്മാരോടും പുരുഷന്മാർക്ക് സ്ത്രീകളോടും സംസാരിക്കൽ അനുവദനീയമാണ്. ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതബഹുന്ന വഖാതബ്നഹു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അന്നഹു ഇന്ന സൗതൽ മർഅ, ചില ആളുകൾ പറഞ്ഞു ഇന്ന സൗതൽ മർഅതി ഔറ ഫഖൗലുഹു ദഈഫ്. സ്ത്രീകളുടെ ശബ്ദം അത് ഔറത്താണ് എന്ന് പറയുന്നത് അത് ദുർബലമായ അഭിപ്രായമാണ്. ലാകിന്നൽ ഔറത ഫി സൗത്തിൻ നിസാ അൻ തഖ്ളഅ ബിൽ ഖൗൽ. എന്നാൽ സ്ത്രീകളുടെ സംസാരത്തിലുള്ള ഔറത്ത് മറച്ചു വെക്കേണ്ടത് എന്ന് പറയുന്നത് അൻ തഖ്ളഅ ബിൽ ഖൗൽ, അവരുടെ സംസാരത്തിൽ നൈർമല്യത്തോടുകൂടി, അതായത് കൊഞ്ചിക്കൊഴയുന്ന രൂപത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു തആല പറഞ്ഞതുപോലെ ഫലാ തഖ്ളഅന ബിൽ ഖൗൽ, നിങ്ങൾ സംസാരത്തിൽ ഇങ്ങനെ കൊഞ്ചിക്കൊഴയുന്ന രൂപത്തിൽ സംസാരിക്കാൻ പാടില്ല. ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, കാരണം ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾക്ക് അത് പ്രശ്നമുണ്ടാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാധാരണ രൂപത്തിൽ ഉള്ള ഒരു സംസാരം ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് ഒരു ഹിജാബിന് പിന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത് ശരീഅത്ത് അനുവദിക്കുന്ന കാര്യമാണ്, അത് ഹറാമാക്കിയിട്ടില്ല. പക്ഷെ ഒരിക്കലും തന്നെ സഹോദരങ്ങളെ ഇതുപോലുള്ള കാര്യങ്ങൾ സ്ത്രീകളുമായി ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇന്ന് ഒറ്റക്കാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലുള്ള ചാറ്റ് റൂമുകളും, ഇത് വാട്സപ്പ് ആകട്ടെ, ഫേസ്ബുക്ക് ആകട്ടെ, മറ്റു മെസ്സഞ്ചറുകളാകട്ടെ, ഇതുപോലുള്ള കാര്യങ്ങൾ. സ്ത്രീകളോട് സംസാരിക്കൽ ഹലാലാണല്ലോ അസുൽ എന്ന കാര്യത്താൽ അവർക്ക് അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചുകൂടാ. അങ്ങനെയുള്ള സംസാരങ്ങൾ അത് പലപ്പോഴും എന്നല്ല മിക്കപ്പോഴും അത് എത്തിച്ചേരുന്നത് ഹറാമായ കാര്യങ്ങളിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കാരണം അമിതമായി സംസാരിക്കുന്ന സമയത്ത് അവരോട് കൂടുതൽ അടുപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട്. അന്യ സ്ത്രീയാണ്, അമിതമായിട്ടുള്ള സംസാരങ്ങൾ, അത്തരത്തിലുള്ള ചാറ്റിങ്ങുകൾ അത് കൂടുതൽ അടുപ്പമുണ്ടാക്കാനും അത് ഹറാമുകളിലേക്ക് എത്തിക്കാനുമുള്ള സാധ്യതയുണ്ട്. കരുതിയിരിക്കേണ്ട കാര്യമാണ് അന്യ സ്ത്രീകളോട് സംസാരിക്കുക എന്നുള്ള വിഷയം. അത് നേർക്കുനേരെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ ഒരാൾ നേർക്കുനേരെ പോയി ഒരു കാര്യം പറയുക, അതാണ് ശരിയായിട്ട് അനുവദിച്ചിട്ടുള്ളത്. അല്ലാതെ അതിന്റെ അർത്ഥം നമുക്ക് ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ആവശ്യമില്ലാതെ ഇങ്ങനെ വിളിച്ച് സംസാരിക്കുക, അതല്ലെങ്കിൽ ഇങ്ങനെ മെസ്സേജുകൾ അയച്ച് നടക്കുക, അന്യ സ്ത്രീകളോട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതെന്ത് പേരിലായാലും. ചില സ്ത്രീകൾ അവർക്ക് ചിലപ്പോൾ താല്പര്യമുള്ളത് കൊണ്ടായിരിക്കാം, അത് അവർ പഠിക്കുക എന്നുള്ള പേരിലൊക്കെ ആരെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്, ഉസ്താദുമാരുണ്ട്, അവരോട് ഇങ്ങനെ സംശയങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ മെസ്സേജുകൾ അയച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയായ കാര്യമല്ല. അവർ അതിനു വേണ്ടിയിട്ടുള്ള ശരിയായ രൂപത്തിലെ മാർഗങ്ങൾ അന്വേഷിക്കണം. അതല്ലാതെ പഠിക്കുക എന്നുള്ള പേരിലാകട്ടെ, മറ്റ് സംശയങ്ങൾ ചോദിക്കുക എന്നുള്ള പേരിലാകട്ടെ ഇത്തരത്തിലുള്ള അന്യപുരുഷന്മാരുമായി ഇങ്ങനെ സംസാരിക്കുന്ന രീതികൾ, മെസ്സേജുകൾ അയച്ച് അങ്ങനെ ഒരു രൂപത്തിലേക്ക് പോകുക എന്നുള്ളത് പലപ്പോഴും ഹറാമുകളിലേക്ക് എത്താനുള്ള വലിയ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങൾ സ്ത്രീകൾ ശ്രദ്ധിക്കണം. അതല്ല എങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരാളോടൊന്നും മിണ്ടില്ല എന്നുള്ളൊരു നിലപാടെടുക്കണം എന്നല്ല ഈ പറയുന്നത്. അത് അസുൽ ജായിസായ കാര്യമാണ്. ഒരാളോടൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ രൂപത്തിൽ, കൃത്യമായ രൂപത്തിൽ സംസാരിക്കുക എന്നുള്ളത് അവർക്ക് അനുവദിക്കപ്പെടും. അതല്ലാത്ത രൂപത്തിലേക്ക് പോകുക എന്നുള്ളത് അതെപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത കാര്യം അന്ന സദഖ വിഖായത്തുൻ മിനന്നാർ, സദഖ എന്നുള്ളത് നരകത്തിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസദ്ദഖ്ന ഫഇന്ന കുന്ന അക്സറു ഹതബി ജഹന്നം, നിങ്ങൾ അധികം പേരും നരകത്തിലാണ്, അതുകൊണ്ട് തസദ്ദഖ്ന. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം അത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ എത്രയെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞതൊരാൾ കൊടുത്താൽ പോലും അയാൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലപ്പോൾ അത് മതിയാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുന്നാർ വലൗ
ബിശിഖി തംറ, നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, അതൊരു കാരക്കയല്ല, കാരക്ക മുറിച്ച് ചീളാക്കിയത് അത് കൊടുത്തിട്ടാണ് എങ്കിലും. ഒരാളുടെ കയ്യിൽ എത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും കൊടുക്കാതിരിക്കരുത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ കയ്യിൽ എത്രയുണ്ട് അതിൽ നിന്ന് എത്ര കൊടുത്തു എന്നതാണ് പരിഗണിക്കുന്നത്. അതല്ലാതെ നീ 10,000 കൊടുത്തോ ലക്ഷങ്ങൾ കൊടുത്തോ എന്ന് പരിഗണിക്കുന്നില്ല. ഒരാളുടെ കയ്യിൽ വളരെ കുറച്ചേ ഉള്ളൂ, ആവശ്യങ്ങൾ കഴിഞ്ഞ് വളരെ കുറച്ചേ ബാക്കിയുള്ളൂ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വതക്ക ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് വിചാരിക്കേണ്ടതില്ല. ആ കുറച്ചുള്ളതിൽ നിന്നൊരു കുറച്ച് കൊടുക്കുക. വലൗ ബിശിഖി തംറ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. കുറഞ്ഞെങ്കിലും കുറഞ്ഞ അളവിൽ നമ്മൾ കൊടുക്കുക. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത് വളരെയധികം ഉപകരിക്കുന്ന കാര്യമാണ്. ഇനി ഇവിടെ പറഞ്ഞു അന്ന അക്സർ അഹ്ലിന്നാർ അന്നിസ, സ്ത്രീകളാണ് നരകത്തിൽ അധിക ആളുകൾ. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് മനുഷ്യരുടെ കൂട്ടത്തിലും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ. മനുഷ്യരുടെ കൂട്ടത്തിലും സ്ത്രീകളാണ് എല്ലാ സ്ഥലങ്ങളിലും കൂടുതൽ. ചില സ്ഥലങ്ങളിൽ ഒരു പക്ഷേ മാറ്റം ഉണ്ടായേക്കാം. പൊതുവിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളാണ്. അതുകൊണ്ട് ഒരു കാരണമായി പറയുന്നത് സ്ത്രീകളാണ് നരകത്തിലും ഏറ്റവും കൂടുതൽ എന്നുള്ളത്. ഇനി അടുത്തൊരു ഫായിദ അത്തഗ്ലീദു ഫിൽ മൗഇള ഇദാ ദഅത്തിൽ ഹാജതു ഇലാ ദാലിക്, ആവശ്യം വരുന്ന സമയത്ത് ചിലപ്പോൾ ഉപദേശത്തിൽ കുറച്ച് കടുപ്പത്തിലൊക്കെ പറയേണ്ടി വരും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസദ്ദഖ്ന എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് നരകത്തിൽ നിന്നും രക്ഷപ്പെടാം എന്നുള്ളൊരു കാര്യം മാത്രമല്ല പറഞ്ഞത്, ഫഇന്നകുന്ന അക്സറു ഹതബ് ജഹന്നം, കാരണം നിങ്ങളിൽ അധിക ആളുകളും നരകവാസികളാണ്, നരകത്തിന്റെ വിറക് കൊള്ളികളാണ് എന്ന രൂപത്തിൽ ശക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചില സമയത്ത് ആളുകളോട് അത് ആവശ്യം വരികയാണ് എങ്കിൽ ശക്തമായ രൂപത്തിൽ ഉപദേശങ്ങൾ നൽകാമെന്നുള്ളത് ഇതിൽ നിന്നും തെളിവ് പറഞ്ഞിട്ടുണ്ട്. എന്നൊരു പക്ഷേ ഇതിലൊരു സംശയം ഉണ്ടാകുന്ന കാര്യമാണ്. അദ്ദേഹം ഒരു പോയിന്റായി പറയുന്നു, ജവാസു കശ്ഫിൽ മർഅതി വജ്ഹഹ അമാമ റിജാൽ, പുരുഷന്മാരുടെ മുന്നിൽ സ്ത്രീകൾക്ക് മുഖം തുറക്കാം എന്നുള്ളതിന് അനുവാദമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഹദീസിൽ നിന്നും അങ്ങനെ ഒരു തെളിവ് കിട്ടുന്നത്? ഫഖാമത്ത് ഇംറഅതു മിൻ സിതത്തിൻ നിസാ സഫ്ആഉൽ ഖദ്ദൈൻ, സഹാബി വിവരിക്കുന്നത് അവരുടെ മധ്യത്തിൽ നിന്നും ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നു, സഫ്ആഉൽ ഖദ്ദൈൻ, അവരുടെ കവിളുകൾ കറുത്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ് ആ സ്ത്രീ മുഖം മറച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക? ഈ ഹദീസിൽ ഇങ്ങനെയാണ് കാണുന്നത്. പണ്ഡിതന്മാർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ രണ്ടെണ്ണം നമുക്ക് വൈരുദ്ധ്യമായി കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അസ്ൽ അത് ജംഅ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ജംഅ ചെയ്യുക എന്നുള്ളതാണ്. അതായത് രണ്ട് ഹദീസിനെയും സ്ഥിരപ്പെടുത്തുക. ഒന്നിനെ ദുർബലപ്പെടുത്തി മുഖം എന്ന് പറയുക എന്നുള്ളതല്ല. ഒന്നിനെ ദുർബലപ്പെടുത്തി എന്ന് പറയാൻ പാടില്ല. ഇവിടെ ഒരാൾ മുഖം തുറക്കാം എന്നുള്ള ഈ ഹദീസിൽ തെളിവ് പിടിച്ചാൽ മുഖം തുറക്കാൻ പാടില്ല എന്ന് പറയുന്ന ധാരാളം തെളിവുകൾ അപ്പുറത്തുണ്ട്, ആയത്തുകളുണ്ട്, ഹദീസുകളുണ്ട്. അപ്പൊ അതിനെന്ത് ചെയ്യും? രണ്ടിനെയും ജംഅ ചെയ്യുക എന്നുള്ളതാണ് അഹ്ലു സുന്നത്തിന്റെ രീതി. ഇതിനെ ജംഅ ചെയ്ത പണ്ഡിതന്മാർ പറയുന്നു, ഒന്ന്, ഈ സ്ത്രീകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖം തുറക്കാൻ അനുവാദം കൊടുത്ത വൃദ്ധകളായ സ്ത്രീകളായിരിക്കാം. വിവാഹം ആഗ്രഹിക്കാത്ത പ്രായമെത്തിയ വൃദ്ധയായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുഖം തുറക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. മുഖം മറക്കലാണ് അവർക്ക് അഫ്ളൽ എങ്കിലും മുഖം തുറക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. ഒന്ന്, ഒരു സാധ്യത അതാണ്. രണ്ടാമത്തെ സാധ്യത, ഹിജാബിന്റെ ആയത്ത് അത് ഹിജറ 6ാമത്തെ വർഷത്തിൽ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത്. ഹിജാബിന്റെ ആയത്ത് ഹിജറ 6ാം വർഷത്തിലേ ഇറങ്ങിയിട്ടുള്ളൂ. അതിനു മുമ്പുള്ള പല സംഭവങ്ങളിൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടേക്കാം. അത് അതിനു മുമ്പ് ഹിജാബ് നിർബന്ധമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ പോലും അതിനു മുമ്പ് ഹിജാബ് ധരിച്ചിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ മുഖം മറക്കുന്നതുമായി ബന്ധപ്പെട്ട ആഗ്രഹം പ്രകടിപ്പിച്ചത്. അള്ളാഹു അതനുസരിച്ചു, അതിന് കൃത്യമായിക്കൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹു തആലയുടെ ശരീഅത്തിൽ അത് നിയമമാക്കുകയും ചെയ്തു എന്ന് നിങ്ങൾ ചരിത്രം കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ മുഖം തുറന്നത് അത് അതിന് മുമ്പേ ആയിരിക്കണം, ഹിജാബിന്റെ ആയത്ത് മുമ്പേ ആയിരിക്കണം എന്നുള്ളതാണ്. അത് രണ്ടിനെയും ഒരുമിപ്പിക്കാൻ പറ്റുന്ന കാര്യമെന്നാണ്. മൂന്നാമതൊരു സാധ്യതയായിട്ടുള്ളത് പണ്ഡിതന്മാർ പറയുന്നു, ഭംഗി വളരെ കുറഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, തീരെ ഭംഗിയില്ല, ഒരാൾ കണ്ടാൽ ഒരു ആഗ്രഹം തോന്നാത്ത രൂപത്തിലുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്കും മുഖം മറക്കുക എന്നുള്ളത് നിർബന്ധമില്ല എന്ന അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സ്ത്രീ ആകാനും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളോടായതുകൊണ്ടായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മുഖം മറക്കാൻ കൽപ്പിക്കാതിരുന്നത്. അതല്ല എങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഹദീസ് കിട്ടുന്ന സമയത്ത് നമ്മൾ ദേഹേച്ഛയെ പിൻപറ്റിക്കൊണ്ട് അതിന് സ്ത്രീകൾക്ക് മുഖം തുറക്കാനുള്ള അനുവാദമുണ്ട് എന്ന കാര്യം നമ്മൾ പറയുകയല്ല, മറിച്ച് ഖുർആനിലുള്ള തെളിവുകൾ, സ്വഹാബികൾ ഖുർആനിന്റെ ആയത്തിനെ വിശദീകരിച്ച തെളിവുകൾ, മറ്റു ഹദീസുകളുടെ തെളിവുകൾ, ഇതെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, പുരുഷന്മാരെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അന്യപുരുഷന്മാരുടെ മുന്നിൽ അവരുടെ മുഖം ഉൾപ്പെടെയുള്ള മുഴുവൻ ശരീരഭാഗങ്ങളും മറക്കൽ നിർബന്ധമാണ്. മുസ്തഹബ് മാത്രമല്ല, നിർബന്ധമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത് നമ്മൾ കരുതിയിരിക്കുക. അതല്ലാതെ ഈ ഹദീസിൽ അങ്ങനെ സ്ത്രീയുടെ കറുപ്പ് വിശദീകരിച്ചത് ഒരിക്കലും അത് മുഖം തുറക്കുക എന്നുള്ളതിന് തെളിവായിട്ടല്ല എന്ന് മനസ്സിലാക്കുക.
ഇനി ഈ ഹദീസിൽ നിന്ന് മറ്റൊരു കാര്യമായത് ഇബ്നു സൈമ ഹൽ യൂഖദു മിനൽ ഹദീസ് ജവാദു നദറിൽ മർഅതി ലിരിജാൽ, ഈ ഹദീസിൽ നിന്നും സ്ത്രീക്ക് പുരുഷനെ നോക്കാനുള്ള അനുവാദമുണ്ട് എന്നതിന് തെളിവുണ്ടോ എന്നാണ്. കാരണം സ്ത്രീ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നു നഅം, സ്ത്രീക്ക് പുരുഷനെ നോക്കാം. യജൂസു ലിൽ മർഅതി അൻ തൻദുറ ലിർറജുൽ, സ്ത്രീക്ക് പുരുഷനെ നോക്കാവുന്നതാണ്. ലാകിൻ ബിശർത്ത്, പക്ഷെ നിരുപാധികമല്ല, നിബന്ധനയുണ്ട്. അല്ലാ യകൂന നദറ തമത്തുഇൻ വലാ ശഹ്വ, ദേഹേച്ഛയോട് കൂടിയുള്ള ഒരു ആഗ്രഹമുള്ള നോട്ടം അത് നോക്കാൻ പാടില്ല. അൽ ശഹ്വത്തു യഅനി അന്നഹ ലാ തൻദുറു നദറതൻ തതഹറകു ബിഹാ ശഹ്വതുഹാ അൽ ജിൻസിയ്യ, അതുകൊണ്ട് തന്നെ ഒരു പുരുഷനെ നോക്കിക്കൊണ്ടുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു നോട്ടം അത് സ്ത്രീക്കാണെങ്കിലും പുരുഷനെ നോക്കുക എന്നുള്ളത് അത് അനുവദനീയമായ കാര്യം അല്ല, അവർക്ക് അങ്ങനെ നോക്കാൻ പാടില്ല. എന്നാൽ അതല്ലാത്ത രൂപത്തിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷന് സ്ത്രീയെ നോക്കുന്നത് പോലെയല്ല, സ്ത്രീക്ക് പുരുഷനെ നോക്കുക എന്നുള്ളത് അതല്ലാത്ത രൂപത്തിലാണ് എങ്കിൽ അനുവദനീയമാണ് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നീട് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് സ്ത്രീകൾ നരകത്തിൽ പോകാനുള്ള കാര്യമായി അധികം പറഞ്ഞ തഹദീറു മിൻ കസ്റത്തി ശികായ, അമിതമായ പരാതികളും അതുപോലെ തന്നെ തഹദീറു മിൻ കുഫ്രാനിൽ അശീർ, സ്വന്തം ഇണയോട് നന്ദികേട് കാണിക്കുന്നതുമായ കാര്യമെന്നാണ്. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഇങ്ങനെ ഒരു ഹദീസ് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഈ നരകാവകാശിയാകാനുള്ള കാര്യം എന്നിലുണ്ടോ എന്നാണ്. ഓരോ സ്ത്രീയും ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയാണ്. അങ്ങനെയുള്ള കാര്യം നമ്മളിലുണ്ടോ ഇല്ലേ എന്നുള്ളത് ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതല്ലാതെ അത് ഞാൻ ഉണ്ടാവുകയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനെല്ലാം കൃത്യമാണ് എന്ന രൂപത്തിൽ ആരും ചിന്തിക്കാൻ പാടില്ല. ഓരോരുത്തരും പരിശോധിക്കണം, ഞാൻ എൻ്റെ ഭർത്താവിനോട് എപ്പോഴെങ്കിലും ആ രൂപത്തിൽ നന്ദി കെട്ട രൂപത്തിൽ സംസാരിച്ചു പോയിട്ടുണ്ടോ, പോകുന്നുണ്ടോ, ആത്മപരിശോധന നടത്തണം. ഉണ്ടെങ്കിൽ അവർ തിരുത്താൻ തയ്യാറാകണം. അതുപോലെ തന്നെ ഇങ്ങനെ പരാതികളോടുകൂടി പരാതി പറഞ്ഞ് ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടോ എന്നുള്ളത് ഓരോരുത്തരും പരിശോധിക്കേണ്ട കാര്യമാണ്. പിന്നീട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, ഹൽ കുഫ്രാനുൽ അശീർ ഖാസും ബിന്നിസാ ഔ യകൂനു മിനൻ നിസാഇ വറിജാൽ, ഇങ്ങനെ സ്ത്രീകളോട് പരാതി പറയുക അല്ലെങ്കിൽ ഇണയോട് നന്ദികേട് കാണിക്കുക അല്ലെങ്കിൽ നന്മ ചെയ്ത ആളോട് നന്ദി കാണിക്കുക എന്നുള്ളത് സ്ത്രീക്ക് മാത്രമുള്ളതാണോ അതല്ല പുരുഷനും ഉണ്ടാണോ എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നു, അൽ അസ്ലു അന്നഹു യകൂനു മിനൻ നിസാ, അധികം സ്ത്രീകളിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. വലാകിൻ ഖദ് യകൂനു ഫി റിജാൽ, എന്നാൽ ഇത് പുരുഷന്മാർക്ക് തീരെ ഇല്ലാത്ത കാര്യമല്ല, ചിലപ്പോൾ പുരുഷന്മാർക്കും ഇതുണ്ട്. ഫതജിദു ബഅദ റിജാൽ യതലഖ ഇഹ്സാനൻ കബീറ, ചില ആളുകൾ കാണാൻ പറ്റും അവർക്ക് ധാരാളം നന്മകളൊക്കെ കിട്ടി. സുമ്മ ഇദാ അസാബത്ഹു ഇസാഅതൻ വാഹിദ, പിന്നീട് എന്തെങ്കിലുമൊക്കെ ഒരു മോശ അനുഭവം ഉണ്ടായാൽ നസിയ കുല്ലമാ സബഖ വഅഖദ ബിൽ ഇസാ, മുന്നേ ഉണ്ട എല്ലാ നന്മകളും മറന്നിട്ട് അവസാനം ഒരു മോശം അനുഭവം അവർക്ക് നേരിട്ടാൽ അവർ അതിന്റെ പേരിൽ ഈ രൂപത്തിലുള്ള നന്ദി കെട്ട സ്വഭാവം അവർ കാണിക്കും എന്നുള്ളത് ഉണ്ട്. അതുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രമുള്ള കാര്യമല്ല, അത് തിരിച്ചു പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ധാരാളം നന്മകൾ ഒരു സ്ത്രീ, ഒരു ഭാര്യ ചെയ്തു വന്നു, ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്തു വന്നു. എപ്പോഴെങ്കിലും ഒക്കെ ഒരു പ്രയാസം അവളിൽ നിന്നുണ്ടായ ഉടനടി ഈ രൂപത്തിൽ നമ്മൾ അവരോട് പെരുമാറാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ലാ യഫ്റഖ് മുഅ്മിനുൻ മുഅ്മിന, ഒരു മുഅ്മിൻ, ഒരു സത്യവിശ്വാസിനെ, ഭാര്യ ഭർത്താവിനെ വെറുക്കാൻ പാടില്ല. ഇൻ കരിഹ മിൻഹ ഖുലുഖൻ റദിയ മിൻഹ ആഖർ, കാരണം അവരിൽ ഒരു സ്വഭാവം മോശം ഉണ്ടെങ്കിൽ വേറൊരു നല്ലതുണ്ടാകും. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ആരെയും ഇങ്ങനെ കിട്ടുകയില്ല, സ്വർഗത്തിൽ നിന്നുള്ള സ്ത്രീകളല്ലാവർ. അതുകൊണ്ട് മോശം സ്വഭാവങ്ങൾ സ്വാഭാവികമായിട്ടും അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാൽ തൃപ്തിപ്പെടുത്തുന്ന നല്ല സ്വഭാവം അവരിൽ ഉണ്ടാകും, അത് നമ്മൾ പരിഗണിക്കണം. അങ്ങനെയുള്ള നന്മയും തിന്മയും പരിഗണിക്കണം, അതിൽ നമ്മൾ കാണിക്കണം. അതിൽ നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ടെങ്കിൽ അതിനനുസരിച്ച് നന്മയുണ്ടെങ്കിൽ അതിനെ നമ്മൾ പരിഗണിക്കണം എന്ന കാര്യമാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് സഹാബത്തിന്റെ ഫضലാണ്. കാരണം സഹാബികൾ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പന കേൾക്കുന്ന സമയത്ത് അവർ പെട്ടെന്ന് അതിലേക്ക് അടുത്തിരുന്നു എന്നാണ്. അവർ വീട്ടിൽ പോയി ഭർത്താവിനോട് പെർമിഷൻ പോലും ചോദിച്ചിട്ടില്ല. അവർ കയ്യിലുള്ള സ്വർണം അത് പെട്ടെന്ന് കൊടുക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് കൽപ്പിച്ചത്. അതാണ് അവിടുത്തെ വ്യത്യാസം. മറ്റൊരാൾ കൽപ്പിക്കുന്നത് പോലെയല്ല, അള്ളാഹുവിന്റെ റസൂലാണ് കൽപ്പിച്ചത്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താഅത്താണ് ഇവിടെ അറിയിക്കുന്നത്, അല്ലെ? അതല്ല എങ്കിൽ അവൾക്ക് ചിലപ്പോൾ ഭർത്താവിനോട് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായേക്കാം. എന്നാൽ ഇവിടെ അങ്ങനെ കാര്യമില്ല. കാരണം ഭർത്താവിനേക്കാളും വിലയുള്ള ആളാണ് ഇത് കൽപ്പിച്ചിട്ടുള്ളത്. തസദ്ദഖ്ന എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു ദാഇയല്ല, അള്ളാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരാളോട് ചോദിക്കാനില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ കാണുന്ന സമയത്ത് മറ്റൊരാളുടെ അഭിപ്രായത്തിനും അവർ തേടേണ്ടതില്ല, നേരെ അതിലേക്ക് മുൻകടക്കുക എന്ന കാര്യമാണ് അവർ ശ്രദ്ധിക്കേണ്ടത്.
അവസാനമായ ഒരു ഫായിദ ജവാസു ലുബ്സി അസ്ദഹബിൽ മുഹല്ലഖ്, വളയമുള്ള സ്വർണം ധരിക്കുക എന്നുള്ളത് അനുവദനീയമാണ് എന്നാണ്. കാരണം ഈ ഹദീസിൽ വഖവാതിമിഹിന്ന, അവരുടെ മോതിരങ്ങളും ഊരിക്കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. മോതിരം വളയമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വള ആകൃതിയിലുള്ള സ്വർണങ്ങൾ, മോതിരമാകട്ടെ വളയാകട്ടെ, അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന അഭിപ്രായം അത് ദുർബലമായ അഭിപ്രായമാണ്. ചില പണ്ഡിതന്മാർ, ഉലമാക്കളുടെ ഇജ്മാ ഉണ്ട്, വളയാകൃതിയിലുള്ള സ്വർണം ധരിക്കുക എന്നുള്ളത് ഉലമാക്കളുടെ ഇജ്മാ ഉണ്ട്, അത് യാതൊരു വിരോധവുമില്ല എന്ന് ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും, ഇജ്മാ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സ്ത്രീകൾക്ക് സ്വർണ്ണ വളയും സ്വർണ്ണ മോതിരവും കാതിലയും മറ്റുമൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് അത് ഹലാലായ കാര്യമാണ്, അതൊരിക്കലും ഹറാമല്ല എന്ന് മനസ്സിലാക്കുക. ഇതിനെതിരായി ചില ഉലമാക്കൾ പറഞ്ഞത് അത് ദുർബലമായ അഭിപ്രായമാണ് എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അതിനോട് ഒത്ത് സ്ത്രീകൾക്ക് ചെവിയിൽ കാതുകുത്തൽ അനുവദനീയമാണോ? ഇതിൽ നിന്നും സ്ത്രീകൾ കാതിലകൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നും പണ്ഡിതന്മാർ പറയുന്നു സ്ത്രീകൾക്ക് കാതിലകൾ ഉപയോഗിക്കുക എന്നുള്ളത് അത് അനുവദനീയമായ കാര്യമാണ്. അതിന് സ്ത്രീകൾക്ക് മൂക്കിൽ ഉപയോഗിക്കാൻ പാടുമോ? മൂക്ക് കുത്തുന്ന ചില നാടുകളുണ്ട്. അപ്പോൾ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, ഒരു നാട്ടിൽ അങ്ങനെ ആദത്തുണ്ട് എങ്കിൽ അത് ചെയ്യുക ഒരു ഭംഗിയുടെ ഭാഗമായി പരിഗണിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത് അവർക്ക് അന്യപുരുഷന്മാരുടെ മുന്നിലല്ലാത്ത രൂപത്തിൽ അത് ധരിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. അത് ദീനുൽ ഇസ്ലാം വിലക്കുന്ന കാര്യമല്ല. ആ നാട്ടിൽ അങ്ങനെ ഒരു ആദത്തുണ്ട് എങ്കിൽ അത് അവർക്ക് സ്വീകരിക്കാവുന്നതാണ് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയുമാണ് ഈ ഹദീസിൽ ഉള്ളത്. ഒരു ഹദീസ് കൂടി സലാത്തുൽ ഈദൈനിലുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.